അനിൽ ബോസ്, ഏതായാലും ഒരു പുരോഗമന കാലത്തെ വിധി എന്ന നിലയിൽ കൂടിയാണ് ഈ വിധി പ്രസക്തമാകുന്നത്. നമുക്ക് പരിശോധിക്കുമ്പോൾ, ചരിത്രപരമായ രേഖകൾ പരിശോധിക്കുമ്പോൾ തന്നെ വ്യക്തതയുള്ളൊരു കാര്യം, പല VIP-കളുടെയും ആളുകൾ, ഭാര്യമാർ, മക്കൾ, യുവതികളായ ആളുകൾ ശബരിമലയിൽ അയ്യപ്പ ദർശനം നടത്തിയിട്ടുണ്ട്. തിരുവിതാംകൂറിൽ രാജാവടക്കം അവിടെ പോകുന്നത് രാജകുടുംബത്തിലെ യുവതികളുമായി പോയതിനൊക്കെ ചരിത്രപരമായ രേഖകൾ നിലനിൽക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ഭരണഘടനാപരമായി പറയുകയാണ്, വിശ്വാസി എന്ന നിലയിൽ തന്നെ അനിൽ ബോസ് പറയുന്നത് അയ്യപ്പനെ പൂജിക്കാൻ എത്രയോ മറ്റ് ക്ഷേത്രങ്ങളുണ്ട് എന്നാണ്. പക്ഷെ ശബരിമലയിൽ തന്നെ പോയി ആരാധിക്കണം. ഞാൻ ആക്ടിവിസ്റ്റ് മനോഭാവത്തിലേക്ക് പോകുന്നില്ല ഈ ചർച്ചയുടെ ഈ ഘട്ടത്തിൽ. പക്ഷേ ഒരു വിശ്വാസിയായ ഒരു യുവതി, അങ്ങനെ ആരുമില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല, അനിൽ ബോസിനും പറയാൻ കഴിയില്ല. അങ്ങനെ ഒരാൾ അവിടെ പോകണം, അയ്യപ്പ ദർശനം നടത്തണം എന്നാഗ്രഹിച്ചാൽ ഈ വസ്തുതകൾ നിലനിൽക്കുന്നുണ്ട്. പല യുവതികൾ അയ്യപ്പനെ കാണാൻ അതിന്റെ ഉപയോഗിക്കപ്പെട്ട സ്വാധീനമാണ്, ഒരു സവർണ സ്വാധീനം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. രേഖകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നു. അവിടെ ഒരു പുരോഗമന നിലപാട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതായിരുന്നില്ലേ? നിങ്ങൾ എടുത്ത നിലപാട് RSSന്, സംഘപരിവാർ സംഘടനകൾക്ക് ഗുണം ചെയ്യുന്നതായിരുന്നോ? രാഷ്ട്രീയമായി കൂടി അവരിലേക്ക് നിങ്ങളിൽ ഉള്ള പുരോഗമനവാദികൾ പോയി, അല്ലെങ്കിൽ അവരിലേക്ക് മാനസികാവസ്ഥ മാറി എന്ന വിലയിരുത്തലുകൾ ഉണ്ട് അനിൽ ബോസ്? അങ്ങനല്ല. അവിടെ നിലനിൽക്കുന്ന ആചാരങ്ങൾക്ക് വ്യത്യസ്തമായി സ്ത്രീകൾ അവിടെ കടന്നിട്ടുണ്ടെന്നും അവിടുത്തെ തന്ത്രിമാരുടെയോ അല്ലെങ്കിൽ പൂജാരിമാരുടെയോ അല്ലെങ്കിൽ മറ്റിതര സ്വാധീനവും ഉപയോഗിച്ച് VIP-കൾ എന്നോ VVIP-കൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ളവരോ അല്ലാത്തവരോ ആയിട്ടുള്ള ആളുകൾ കയറിയിട്ടുണ്ട് എന്ന് താങ്കളുടെ ആരോപണത്തോട് ഞാൻ വിയോജിക്കുന്നില്ല. ഞാൻ യോജിക്കുന്നു, അങ്ങനെ ഉണ്ടാവാം. അങ്ങനെ ഉള്ളത് കൊണ്ടാണല്ലോ മഹേന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ കേരള ഹൈക്കോടതിയെ സമീപിച്ചത്. ഇത് ശരിയല്ല, അവിടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായി സ്ത്രീകൾ പ്രവേശിക്കുന്നു, അത് ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു, അവിടെ ചോറൂണ് കൊടുക്കുന്നു, അതിനൊക്കെ അനുവാദമുണ്ട് അനിൽ ബോസ്. അതാണ് എന്റെ ചോദ്യം അവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അവിടെ ഈ തന്ത്രിക്ക് പ്രശ്നമാകുന്നില്ല. വലിയ കുടുംബങ്ങളിൽ നിന്ന്, അതായത് ഞാൻ വലിയ കുടുംബം എന്ന് ഉദ്ദേശിക്കുന്നത് സമൂഹത്തിൽ വളരെ ഉന്നതമായ ശ്രേണികൾ കൈകാര്യം ചെയ്യുന്ന, പ്രതിനിധീകരിക്കുന്ന VIP-കളായുള്ള ആളുകൾ, അവരുടെ കുടുംബങ്ങളിൽ നിന്ന് ആവശ്യം വന്നാൽ അയ്യപ്പന് അത് ഇഷ്ടമല്ലാതാകുന്നില്ല, അയ്യപ്പന് കുഴപ്പമില്ല, അവിടെ പോകാം, ദർശനം നടത്താമെന്ന സാഹചര്യം ഉണ്ടാകുന്നു. ആ നിലയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഒരു യഥാർത്ഥ വിശ്വാസിയായ യുവതിക്ക് അവിടെ പോകണമെന്ന് ആഗ്രഹിച്ചാൽ ഭരണഘടന കൊടുക്കുന്ന പരിരക്ഷ അത് ഈ രാജ്യത്തെ എല്ലാവർക്കും ബാധകമാവേണ്ടതല്ലേ അനിൽ ബോസ്? ശ്രീ ആനന്ദ്, ഒരു കാര്യം നിങ്ങൾ ദയവായി ശ്രദ്ധിക്കുക. നമ്മളിവിടെ ഒരു വാശിക്ക് പറഞ്ഞു ജയിക്കാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. എനിക്ക് എൻ്റെ അഭിപ്രായം പറയാനുള്ള സമയം തരുമെങ്കിൽ മാത്രം ഞാൻ ഇരിക്കുക. എനിക്ക് ഒരുപാട് പണികളുള്ള ആളാണ്. അപ്പം അതുകൊണ്ട് ദയവായി ഒരു കാര്യം പറയുമ്പോൾ അതിൽ ഇന്റർഫിയർ ചെയ്യാതിരിക്കുക. താങ്കൾ പറഞ്ഞ അഭിപ്രായത്തിനോടുള്ള എന്റെ ചോദ്യമാണ് ചോദിച്ചത് അനിൽ ബോസ്. നിലവിൽ 91 മുമ്പ് അല്ല, അത് തന്നെയാണല്ലോ, അത് തന്നെ ഞാൻ പറയുന്നത് കേൾക്കാൻ നിങ്ങളൊരു സൗമനസ്യം കാണിക്കുക. ആ കേട്ടതിൽ എന്തായാലും തുടരൂ. അല്ല, ആയിക്കോട്ടെ, അതിന് ഞാൻ പറയുന്ന ഉത്തരം കൂടി നിങ്ങളൊന്ന് കേൾക്കൂ. കേൾക്കാം, പറയൂ. ഞാൻ പറഞ്ഞത് 91 മുമ്പ് വലിയവരോ ചെറിയവരോ ആവട്ടെ, എന്തായാലും അവിടെ സ്വാധീനമുള്ളവർ, ആ സ്വാധീനമുള്ള ആരെങ്കിലുമൊക്കെ കയറി എന്ന ആക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ മഹേന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ കേസുമായി പോകുന്നത്. ഇവിടുത്തെ ആചാരങ്ങൾ ലംഘിക്കപ്പെടുന്നു, വഴിവിട്ട ആളുകളെ കയറ്റുന്നു, സാമ്പത്തികത്തിനോ സാമ്പത്തികമല്ലാതെയുള്ള സ്വാധീനങ്ങൾക്കോ വഴങ്ങുന്നു, അങ്ങനെ ഒരു ആക്ഷേപവുമായി കോടതിയെ സമീപിക്കുന്നു. ആ കോടതിയുടെ വിധിയാണ് പിന്നീട് പ്രാബല്യത്തിൽ വരുന്നത്. ആ കോടതിയുടെ വിധി എന്താ? അവിടുത്തെ ആചാരങ്ങൾക്ക് വിരുദ്ധമായി ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധി കിടക്കുന്നു. ആ വിധി ഇന്നും നിലനിൽക്കുന്നതാണ്. കാരണം 90 ദിവസത്തിനകം ആ വിധിയിൽ ആക്ഷേപമുള്ളവർ സുപ്രീം കോടതിയെ സമീപിക്കണമായിരുന്നു. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ആ വിധിക്കെതിരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ആ വിധി ആരും റദ്ദ് ചെയ്തിട്ടില്ല. ആ ഒരു വിധി അന്നും ഇന്നും നിലനിൽക്കുന്നു. ഒന്ന്. പക്ഷെ ഇവിടെ മറ്റൊരു സാഹചര്യം ഉയർന്നു വരുന്നു. വർഷങ്ങളായി നടന്നിട്ടുള്ള വ്യവഹാരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ ബെഞ്ചിന്റെ ഒരു വിധി വന്നിരിക്കുന്നു. ഇവിടെ ധന്യാരാമൻ ചോദിച്ചു, ഭരണഘടനയെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഭരണഘടന, അതേ ഭരണഘടനയെ കുറിച്ച് തന്നെയാണ് എനിക്കും സംസാരിക്കാനുള്ളത്. ഇവിടുത്തെ വിശ്വാസികളുടെയും മതങ്ങളുടെയും അവിടെ നടക്കുന്ന ആചാരങ്ങളും സംരക്ഷിക്കാൻ ഇന്ത്യൻ ഭരണഘടന അവകാശം നൽകുന്നില്ലേ? മൗലികമായ അവകാശം, തുല്യത ഉറപ്പുവരുത്തണമെന്ന് പറയുന്ന അതേ ഭരണഘടന ആർട്ടിക്കിൾ 14 15 പറയുന്നുണ്ടെങ്കിൽ 21 25 ഒക്കെയായി ഇന്ത്യയിൽ നിലനിൽക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളും മതവിശ്വാസങ്ങളും പരിപാലിക്കാനുള്ള അവകാശവും അവസരവും നൽകണം എന്ന് കൂടി നിഷ്കർഷിക്കുന്നതാണ് ഇന്ത്യയുടെ ഭരണഘടന. അപ്പൊ ഒരു ഭരണഘടനയിൽ തന്നെ 2 ഭാഗങ്ങളാണ്. അവിടെ ഒരു വലിയ ഡിസ്പ്യൂട്ട് ഉണ്ടായിരിക്കുന്നു. അപ്പൊ ആ ഡിസ്പ്യൂട്ട് ഒരു തർക്കമായി ഉയർന്നു വരുന്നു.
അതിപ്പോൾ ഇവിടെ കേരളത്തിൽ വിശ്വാസികളെന്നോ അവിശ്വാസികളെന്നോ എന്ന് വരുത്തി തീർക്കുന്നതൊക്കെ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണ്, രാഷ്ട്രീയ താല്പര്യങ്ങളുടെ ഭാഗമാണ്. RSSും സംഘപരിവാറും ഇവിടെ വിശ്വാസികളെ സമരത്തിനിറക്കി അവരുടെ വിശ്വാസങ്ങൾ ആളിക്കത്തിച്ച് വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. അതേപോലെ തന്നെ സവർണ അവർണ വേർതിരിവുണ്ടാക്കി CPM-ഉം അല്ലെങ്കിൽ LDF-ഉം സർക്കാരും അവരുടേതായ ഒരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. ഞങ്ങൾ ഈ രണ്ട് ഭാഗത്തുമല്ല. സ്ത്രീ പുരുഷ തുല്യതയുടെ കാര്യത്തിൽ കോടതിയുടെ ഉത്തരവിനെ ബഹുമാനിക്കുമ്പോൾ തന്നെ കേരളത്തിൽ 91-ൽ വന്നിട്ടുള്ള കോടതി ഉത്തരവും അതോടൊപ്പം സംസ്ഥാനത്തെ സർക്കാർ ഇതിനു മുമ്പ് സ്വീകരിച്ചിരുന്ന വിശ്വാസ സംരക്ഷണ സമീപനവും, അതായത് UDF സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന വിശ്വാസ സംരക്ഷണ സമീപനവും, ഈ രണ്ടിലും ഉറച്ചു നിന്നുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് നമുക്കുള്ളത്. ഇവിടെ നമ്മൾ ആലോചിക്കുന്നതും ആഗ്രഹിക്കുന്നതും സംഘർഷത്തിന്റെ വഴികളല്ല, സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും വഴികളാണ്. ഇവിടെ ആരെയും ഭീഷണിപ്പെടുത്തുന്നില്ല. ഇവിടെ പറഞ്ഞല്ലോ അവിടെ ഒരുപാട് സ്ത്രീകൾ കയറി എന്ന് ആരും ചോദിക്കുന്നതിന് മുമ്പ് സുപ്രീം കോടതിയിൽ 56 സ്ത്രീകൾ കയറി എന്ന് പറഞ്ഞ് പേര് കൊടുത്തത് ആരാ? കോൺഗ്രസ് പാർട്ടിയാണോ അല്ലെങ്കിൽ ഇവിടുത്തെ വിശ്വാസികളാണോ? കോടതി ചോദിക്കാത്ത ഒരു ചോദ്യത്തിന് ഉത്തരമായി അല്ലെങ്കിൽ കോടതിയിൽ കേസിനെ ഗവൺമെന്റിന് അനുകൂലമായി അല്ലെ രാഷ്ട്രീയ നിലപാടിന് അനുകൂലമായി വിനിയോഗിക്കുന്നതിന് വേണ്ടി 56 സ്ത്രീകളുടെ പേര് പറഞ്ഞത് ആരാ? കേരളത്തിന്റെ ഗവൺമെന്റ് അല്ലേ? ആ ഗവൺമെന്റ് ഇപ്പോൾ പറയുന്നു 2 എന്ന്. ഞങ്ങളാണോ ഉത്തരവാദി? ശ്രീലങ്കൻ യുവതി കയറി എന്ന് പരസ്യമായി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാരാ? കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കോൺഗ്രസിന്റെ നേതാക്കളാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ? ആ മുഖ്യമന്ത്രി പറഞ്ഞ പ്രസ്താവനയിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിയമസഭയിൽ മറുപടി പറയുമ്പോൾ ആ സ്ത്രീയുടെ പേരൂടെ കൂട്ടി 3 പേർ കയറി എന്നെങ്കിലും പറയണ്ടേ? എന്തുകൊണ്ട് പിണറായി വിജയൻ പരസ്യമായി വാർത്താ സമ്മേളനം നടത്തി ശ്രീലങ്കൻ യുവതി കയറി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരാൾ കയറി എന്ന് നിയമസഭയിൽ രേഖാമൂലമുള്ള ചോദ്യത്തിന് മറുപടിയായി പറയാൻ കഴിയുന്നില്ല? ഇവിടെയാണ് നമ്മൾ കാണേണ്ടത് അവസരവാദപരമായ സമീപനം, രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് അഭിപ്രായം പറയുന്നു എന്ന് ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മൾ നിരവധി ദിവസങ്ങളിൽ ചർച്ച ചെയ്ത, പ്രത്യേകിച്ച് 2 മാസക്കാലമായി നമ്മൾ ചർച്ച ചെയ്ത അത്തരം തർക്കങ്ങളുടെ സമയമല്ലിന്ന്. ഇന്ന് 10 മണി കഴിയുമ്പോൾ കോടതി ഈ പറയുന്ന ട്രാൻസ്ഫർ ഹർജികളും റിട്ട് ഹർജികളും അതോടൊപ്പം തന്നെ റിവ്യൂ ഹർജികളും അടക്കം ഉള്ള നിരവധി കാര്യങ്ങൾ കേൾക്കാൻ പോവുകയാണ്. ഞാൻ പറയുന്നത് ഇവിടെ ഇനി ഒരു തർക്കത്തിന് സ്കോപ്പില്ല. ഇവിടെ ഉള്ളത് കോടതി വിധി എന്ത് വരുന്നു എന്ന ആകാംക്ഷയാണ്. അതിൽ ഞാൻ കാണുന്നത് 5 അംഗ ഭരണഘടനാ ബെഞ്ച്. ആ ഭരണഘടനാ ബെഞ്ചിൽ രഞ്ജൻ ഗൊഗോയി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ഈ ബെഞ്ചിൽ ഇടതും വലതുമായി ഇരിക്കുന്ന പ്രധാനപ്പെട്ട ജഡ്ജിമാരുണ്ട്. അത് ചന്ദ്രചൂഡ് ആണെങ്കിലും ഇന്ദു മൽഹോത്രയാണെങ്കിലും അടക്കമുള്ള ആളുകൾ ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ വളരെ പ്രാധാന്യത്തോടു കൂടി കാണാൻ ശ്രമിക്കുന്നത് ഇവിടെ CPM-ന്റെ നിലപാടിനെ അല്ല, BJP-യുടെ നിലപാടിനെ അല്ല, കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടിനെ അല്ല. ഞാൻ കാണാൻ ശ്രമിക്കുന്നത് ഭരണഘടനാ ബെഞ്ചിൽ ഭൂരിപക്ഷത്തിന് വിരുദ്ധമായി സ്വയം നിലപാടെടുത്ത് കേരളത്തിലെ വിശ്വാസ സമൂഹം ആഗ്രഹിക്കുന്ന നിലപാടിനൊപ്പം നിന്ന് ഇന്ദു മൽഹോത്ര ഇന്ന് അവർ എടുത്തിട്ടുള്ള വിധിയിൽ അതിന്റെ തുടർച്ചയിൽ എന്താണ് കോടതിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന ആകാംക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ ആകാംക്ഷ ഉത്തരവായി പുറത്തു വരട്ടെ. അതിനു മുമ്പ് വീണ്ടും കഴിഞ്ഞ 2 മാസമായി ഞാനും സുജാതയുമോ അല്ലെങ്കിൽ സുജാതയ്ക്ക് പകരം മറ്റൊരു പാർട്ടിക്കാരിയുമായിട്ടോ അല്ലെ പാർട്ടി വക്താവുമായിട്ടോ നമ്മൾ നടത്തിയിട്ടുള്ള തർക്കങ്ങളുടെ ഒരു തുടർച്ച വേണോ എന്നതാണ് എന്റെ ചോദ്യം. പിന്നെ വിശ്വസിക്കുന്ന ആളുകൾ, ക്ഷേത്രത്തിൽ വിശ്വസിക്കാൻ സ്വാതന്ത്ര്യമുള്ളവർ പോട്ടെ, ദേവാലയത്തിൽ വിശ്വസിക്കുന്നവർ പോട്ടെ, അവിശ്വാസികളല്ലാത്ത ആളുകൾ, അവിശ്വാസികളായിട്ടുള്ള ആളുകൾ അവിടുത്തെ ആചാരങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിനാ? അവരവിടെ പോകണമെന്ന് വാശി പിടിക്കുന്നതിനാ? ഈശ്വര വിശ്വാസമുള്ളവർ അവിടെ ഓരോ ക്ഷേത്രങ്ങളിലും പോകുമ്പോൾ അവിടുത്തെ ആചാര മര്യാദകൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്, അവരത് പാലിക്കുന്നു. ഈശ്വര വിശ്വാസം ഇല്ലാത്തവർ എന്തിന് അതിനെക്കുറിച്ച് ആകുലതപ്പെടണം? എന്തിന് ഇവിടുത്തെ ഒരു സമാധാന അന്തരീക്ഷം തകർക്കണം? ഇവിടുത്തെ മതസൗഹാർദ്ദം തകർക്കണം? ശബരിമല ഏതെങ്കിലും ഒരു ഹൈന്ദവ ക്ഷേത്രമായി കാണുന്ന ഒരാളല്ല ഞാൻ. എല്ലാ ജാതി മതസ്ഥർക്കും പോകാൻ കഴിയുന്ന പരിപാവനമായ ഒരു പുണ്യഭൂമിയായി കാണുന്ന ഒരാളാണ് ഞാൻ, ശ്രീ ആനന്ദ്. ആ നിലയിൽ അതിനെ കാണണം. അല്ലാതെ ഇവിടെ സ്ത്രീ പുരുഷ സമത്വവും വിശ്വാസവും ആചാരവും ഇതൊന്നും രണ്ടും രണ്ടല്ല. ഇതെല്ലാം ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. വിശ്വാസവും ഭരണഘടന അംഗീകരിക്കുന്നുണ്ട്, അതോടൊപ്പം തുല്യതയും ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ അതിനെ ആ നിലയിൽ കാണണം. നമുക്ക് വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കാം. പുരുഷോത്തമൻ, ഏതായാലും ആദ്യഘട്ടത്തിൽ ഇങ്ങനെ ഒരു വിധി വരുന്നു, ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശിക്കാമെന്ന് സുപ്രീം കോടതി വിധി വരുമ്പോൾ ഒരുപക്ഷെ രാജ്യത്ത് RSS ആണ് ആദ്യം അത് ചരിത്രപരമായ വിധിയെന്ന് പറയുന്നത്. RSSന്റെ തന്നെ ഒരു ദേശീയ സമ്മേളനത്തിൽ അത്തരം ഒരു ലിംഗനീതി സമത്വം ഉണ്ടാകണമെന്ന ഒരു പരാമർശം
ഉണ്ടായതായി കൂടി നമുക്ക് രേഖകളും ലഭ്യമാണ്. പക്ഷേ കേരളത്തിൽ പൊളിറ്റിക്കലായി ഈ വിഷയം നന്നായി ഉപയോഗിച്ചു BJP. അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല, കൃത്യമായി പരിശോധിക്കപ്പെട്ടതാണ്. പക്ഷേ ഇനി എടുക്കേണ്ട നിലപാട്, അതായത് ശബരിമല യുവതീ പ്രവേശം എന്നത് ആ വിധി അങ്ങനെ തന്നെ നിലനിൽക്കും എന്നാണ് കോടതി ഇന്ന് വ്യക്തമാക്കുന്നത് എങ്കിൽ എടുക്കാൻ പോകുന്ന നിലപാട് എന്തായിരിക്കും BJPയും RSSും? അത് ദേശീയ തലത്തിൽ കൂടി പ്രസക്തമായതുകൊണ്ടാണ്. കാരണം ഇത് ഇന്ത്യയിലെ എല്ലാ ക്ഷേത്രങ്ങൾക്കും ബാധകമാവുന്ന ഒരു വിധിയാണ്, കേരളത്തിന് മാത്രം ബാധിക്കുന്നതല്ല. എൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഇതൊരു മാറ്റർ ഓഫ് ഫെയ്ത്ത്, ഇതൊരു വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്ഷേത്രങ്ങൾ നശിപ്പിക്കുക എന്നുള്ളത് ഇന്നും ഇന്നലെയും തുടങ്ങിയുള്ള കാര്യമല്ല. ഞാനിരിക്കുന്ന ഡൽഹിയിലും മറ്റും മഹാക്ഷേത്രങ്ങൾ നിലനിന്നിരുന്നു. ഈ ക്ഷേത്രങ്ങളൊക്കെ തച്ചുടച്ചിട്ടാണ് മുഹമ്മദ് ഗസ്നിയും മുഹമ്മദ് ഗോറിയും ഈ ഇന്ത്യയെ ആക്രമിച്ച് ചാക്കുംപടി സ്വർണം കൊണ്ടുപോയിട്ടുള്ള ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാക്ഷേത്രങ്ങൾ കാശിയും മധുരയും അയോധ്യയും മഹാക്ഷേത്രങ്ങൾ തകർത്തു. ഈ ക്ഷേത്രങ്ങൾ തകർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ശബരിമല ക്ഷേത്രവും വിശ്വാസികൾ കൂടി വരുന്നു, ശബരിമല ക്ഷേത്രവും തകർക്കണം എന്നുള്ള എന്നൊരു വിചാരത്തിലാണ് ഇതിലാണ് അവർ 1950 ശബരിമലയ്ക്ക് തീ വെച്ചത്. 1958 KP കേശവമേനോൻ IG കേശവമേനോൻ റിപ്പോർട്ടിൽ സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി പ്രതികളെ വിട്ടയക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ വർഷങ്ങളായിട്ട് ശബരിമലയ്ക്കെതിരെ നടക്കുന്ന ആ ആക്രമം അത് തുടർന്നു വരുന്നു. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ന് നടക്കുന്ന ആക്ടിവിസ്റ്റുകളെ കയറ്റി അവിടെ മലീമസപ്പെടുത്തുക എന്നുള്ള ഒരു തൽപര കക്ഷിയുടെ താല്പര്യങ്ങളാണ്. അതിനെ അതിജീവിക്കാൻ എപ്പോഴും BJPയും അതുപോലെ തന്നെ സംഘപരിവാറും അതിന് തയ്യാറെടുക്കും എന്നുള്ളത് അത് നമുക്ക് സ്വാഭാവികമാണത്. അവർ വിശ്വാസികളുടെ കൂടെയാണ്. വിശ്വാസത്തിൻ്റെ കാര്യം വിശ്വാസികൾ, അമ്പലം എന്നുള്ളത് വിശ്വാസികൾക്കുള്ളതാണ്, അവിശ്വാസികൾക്കുള്ളതല്ല. ക്ഷേത്രം വിശ്വാസികൾക്കാണ്. അവിശ്വാസികൾക്ക് ക്ഷേത്രത്തിൽ എന്താ സ്ഥാനം? അവരെന്തിന് ക്ഷേത്രത്തിൽ പോകണം? അവരവിടെ പോകണം എന്ന് വാശി പിടിക്കുന്ന അവർ വേറെ വല്ല സ്ഥലങ്ങളിലും പോകണം. ഒരു നിരീശ്വരവാദിയാണെങ്കിൽ ഞാനവിടെ പോയേ തീരൂ എന്നെന്തിനാ വാശി പിടിക്കുന്നേ? ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമല ക്ഷേത്രങ്ങൾ യുവതികൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ, വിശ്വാസികൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ, യുവതികൾക്ക് പോയേ തീരുമെന്നുണ്ടെങ്കിൽ ആര്യങ്കാവുണ്ട്, അങ്ങനെ എത്രയോ അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രങ്ങളിൽ നിന്ന് ശബരിമലയിൽ തന്നെ പോകണം എന്നൊരു വാശി പിടിക്കുന്നത് തികച്ചും അപലപനീയമാണ്, തെറ്റാണ്. ഇതൊരു മാറ്റർ ഓഫ് ഫെയ്ത്ത് ആണ്. പിന്നെ ഒരു കാര്യം, ഈ വിശ്വാസത്തിൻ്റെ പേരിൽ എത്രമാത്രം കോടതി ഇടപെടാൻ പറ്റും എന്ന് സാമാന്യ ജനങ്ങളും ഇതിന് ചിന്തകന്മാരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊരു മാറ്റർ ഓഫ് ഫെയ്ത്ത് ആണ്, വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഈ വിശ്വാസത്തെയും ശബരിമലയും തകർക്കാനും അതുപോലെ ക്ഷേത്രങ്ങളെ ഒന്നൊന്നായി തച്ചുടയ്ക്കാനും ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമില്ല. ഇത് കാലാകാലങ്ങളായി നടന്നു വരുന്നൊരു സംഗതിയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കേരളത്തിൽ. ശ്രീ CS സുജാത, ഈ ഘട്ടത്തിൽ DY ചന്ദ്രചൂഡിന്റെ ഒരു നിരീക്ഷണം ഈ വിധിയുമായി ബന്ധപ്പെട്ട് വന്നത്, ഈ പ്രതിഷ്ഠയ്ക്ക് അതിൻ്റെതായ അവകാശങ്ങളുണ്ട്, അത് സംരക്ഷിക്കപ്പെടണം എന്നാണ്. DY ചന്ദ്രചൂഡ് ഒരു നിരീക്ഷണം നടത്തിയത്, ഈ രാജ്യത്തെ പ്രതിഷ്ഠയാണെങ്കിൽ സ്വാഭാവികമായും ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിധേയമാകുന്ന പ്രതിഷ്ഠ, അങ്ങനെ ഒരു പരാമർശമൊക്കെ നടത്തിയതാണ്. വളരെ വളരെ പ്രസക്തമായ ചില നിരീക്ഷണങ്ങളും പരിശോധനകളുമാണ് നടന്നത്. ഭരണഘടനാപരമായി വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഇടപെടാനേ ആകില്ല എന്ന വാദം BJPയും കോൺഗ്രസും ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. ആ ക്യാമ്പയിനിൽ നിന്ന് പിന്നോട്ട് പോകാൻ അവർ തയ്യാറുമല്ല. ഇപ്പോഴും ഈ ഘട്ടത്തിലും ഈ നിർണായക ദിവസവും അവർ പറയുന്നത് ഇത് തന്നെയാണ്. അതെ, ഈ ഇന്ദു മൽഹോത്രയുടെ വിധിയെ സംബന്ധിച്ചിപ്പോ ശ്രീ അനിൽ സൂചിപ്പിച്ചു. അതുപോലെ വളരെ പ്രസക്തമായിട്ടുള്ള നിരീക്ഷണമാണ് ശ്രീ ചന്ദ്രചൂഡ് നടത്തിയിട്ടുള്ളത്. ഇവിടെ ഇപ്പൊ സംസാരിച്ച അദ്ദേഹം സൂചിപ്പിച്ച പോലെ ഈ വിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വിശ്വാസവും ആചാരമൊക്കെ സംരക്ഷിക്കണം. അദ്ദേഹം പറഞ്ഞ് പൂർണ്ണമായും ഞാൻ കേട്ടില്ല, എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെയാണ് സംസാരിച്ചത്. പക്ഷെ അനിലും ഇവിടെ സൂചിപ്പിച്ചു
അനിൽ ഇവിടെ സൂചിപ്പിച്ചു, വിശ്വാസമാണ്. ഇതാണ് RSS പ്രചരിപ്പിക്കുന്നത്. RSS ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കണം, അവിടെ വിശ്വാസം അതാണ്, അവര് വിശ്വസിക്കുന്ന അങ്ങനെയാണ്. അവിടെയാണ് പണ്ട് രാമന് അവിടെ ക്ഷേത്രം പണിഞ്ഞേ പറ്റും, രാമക്ഷേത്രമായിരുന്നു എന്ന് RSS വാദിക്കുന്നത് ചുമ്മാതെയല്ല. അതുകൊണ്ട് വിശ്വാസവും ഭരണഘടനയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഭരണഘടന തന്നെയല്ലേ മുകളിൽ നിൽക്കേണ്ടത്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ജീവിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നവരാണല്ലോ നമ്മൾ. അന്ധവിശ്വാസവും അനാചാരവും എല്ലാം പ്രചരിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ പുറകോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അവിടെയാണ് നമ്മൾ ഭരണഘടന ഉയർത്തിപ്പിടിക്കേണ്ടത്. വളരെ ആസൂത്രിതമായി RSS നടത്തുന്ന പരിശ്രമങ്ങളെ നേരിടാൻ കോൺഗ്രസ് തയ്യാറാകാത്തിടത്തോളം കാലം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. കാരണം ഇവിടെ ഈ കോടതി വിധി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ബഹുമാനപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധി സ്വാഗതം ചെയ്തു, ശ്രീമതി പ്രിയങ്ക ഗാന്ധി സ്വാഗതം ചെയ്തു, ഇല്ലേ? കോൺഗ്രസിന്റെ പ്രമുഖരായിട്ടുള്ള ആളുകൾ ശ്രീ രമേശ് ചെന്നിത്തല അടക്കം സ്വാഗതം ചെയ്യുകയുണ്ടായി. RSSന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ ശ്രീ ഭയ്യാജി ജോഷി അടക്കമുള്ള ആളുകൾ അതിനെ സ്വാഗതം ചെയ്യുകയുണ്ടായി. എന്തിനാണ് നമ്മൾ കൂടുതൽ പറയുന്നത്? ബഹുമാനപ്പെട്ട ശ്രീ O രാജഗോപാൽ അദ്ദേഹത്തിന്റെ 1999 സ്റ്റേറ്റ്മെന്റ് നമ്മുടെ മുമ്പിലുണ്ട്. വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട്, സ്ത്രീകൾ അവിടെ പ്രവേശിക്കേണ്ടതാണ്, പ്രവേശിക്കുന്ന ഒരു തർക്കവുമില്ല. പക്ഷെ അതിന് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, വേണമെങ്കിൽ മണ്ഡലകാലത്ത് അല്ലാത്ത ഒരു സമയം സ്ത്രീകൾക്കായി നിശ്ചയിച്ചു കൊടുക്കാമെന്നാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടെ അദ്ദേഹം ഇടയ്ക്ക് സൂചിപ്പിച്ചില്ലേ, അതായത് അവിടുത്തെ അയ്യപ്പൻ ജ്യോതി തെളിക്കുന്നത് മലയരയന്മാരാണ്, അവർക്ക് അവകാശം തിരിച്ചു കൊടുക്കണമെന്ന്. ഇത്രയും കാലം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ്? ഈ അടുത്ത കാലം വരെ പറഞ്ഞത് അവിടെ ജ്യോതി തെളിയാണ്, അതാണ് അവിടുത്തെ ആചാരവും, അതാണ് അവിടുത്തെ വിശ്വാസം, അതാണ്. പക്ഷെ ആ വിശ്വാസത്തിനെതിരെ വർത്തമാനം പറഞ്ഞത് പ്രമുഖനായിട്ടുള്ള ശ്രീ O രാജഗോപാൽ അദ്ദേഹം തന്നെയാണ്. അതുകൊണ്ട് കാര്യങ്ങൾ ഏറെക്കുറെ നമുക്ക് ബോധ്യം വരികയുണ്ടായി. ഇവിടെ ഭരണഘടനാപരമായി കിട്ടിയിരിക്കുന്ന ഒരവകാശത്തെ നിഷേധിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെ നമുക്ക് പരാജയപ്പെടുത്തിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വിശ്വാസിയായിട്ടുള്ള ഒരു സഹോദരിക്ക് അവിടെ പോകണമെങ്കിൽ അവര് പോയിക്കോട്ടെ. അതുകൊണ്ട് പിന്നെ RSS മുഴുവൻ വിശ്വാസികളുടെയും കുത്തക ഏറ്റെടുക്കേണ്ട കാര്യമില്ല. വിശ്വാസികൾ മുഴുവൻ നിങ്ങളാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണയും വേണ്ട. ഈ കേരളീയ സമൂഹത്തിൽ മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസികള് പുരോഗമനപരമായി ചിന്തിക്കുന്ന ആളുകൾ തന്നെയാണ്. വിശ്വാസികളുടെ വോട്ടില്ലെങ്കിൽ ഞങ്ങൾ ഈ കേരളത്തിൽ അധികാരത്തിൽ വരുമോ? പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഇരിക്കുന്ന ഇവിടുത്തെ വിശ്വാസികളുടെയും കൂടി വോട്ട് കൊണ്ടാണ്. അതുകൊണ്ട് വിശ്വാസികൾക്ക് വിശ്വസിക്കാനുള്ള അവകാശം ഈ രാജ്യത്തുണ്ട്, വിശ്വസിക്കാതെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഇതെല്ലാം ഇന്ത്യൻ ഭരണഘടന വ്യക്തമാക്കുന്നതാണ്. അനിലെ, ആർട്ടിക്കിൾ 14, 15 നമ്മൾ പറയുമ്പോൾ ആർട്ടിക്കിൾ 24, 25, 14, 15, 24, 25, 17 21 എല്ലാം നന്നായി വിശകലനം ചെയ്തുകൊണ്ടാണ് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത്. നീണ്ട 12 വർഷക്കാലം തലനാരിഴ കീറി നടത്തിയ പരിശോധനയ്ക്ക് ശേഷമാണ് ഭരണഘടനാ ബെഞ്ച്, നമുക്കറിയാലോ, ഭൂരിപക്ഷം ഒരാൾ ഒഴികെ എല്ലാവരും എല്ലാവരും ഒരുമിച്ച് അല്ലെങ്കിൽ യോജിച്ചുകൊണ്ടുള്ള ഭൂരിപക്ഷത്തിൻ്റെതായിട്ടുള്ള വിധി അവര് പുറപ്പെടുവിക്കുന്നത്. ഇതൊന്നും നോക്കാതെയും കാണാതെയും ഒന്നും അല്ല സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത്. ആ സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോൾ സ്വാഗതം ചെയ്ത എല്ലാവരും കുറെ കഴിഞ്ഞപ്പോൾ അത് മാറ്റി ചിന്തിക്കുന്നതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം എല്ലാവർക്കും ബോധ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഏതെല്ലാം തരത്തിലുള്ള ചർച്ചകൾ നമ്മൾ നടത്തി മുന്നോട്ട് പോയാലും അതിനെ ആ നിലയിൽ കേരളീയ സമൂഹം നിങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ എടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ശരിക്കും ഇത് ആത്യന്തികമായി ഒരു സ്ത്രീകളോടുള്ള വിവേചനം തന്നെയാണ്, അത് അങ്ങനെ തന്നെ കാണേണ്ടതായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഈ ചിലതെല്ലാം നമ്മൾ തെറ്റിച്ച് അനിൽ തന്നെ സൂചിപ്പിച്ചു, 91 വരെ അവിടെ ആളുകൾ കയറിയിട്ടുണ്ടാവാം, വ്യക്തമായുള്ള തെളിവ് വന്നല്ലോ. മഹാറാണി അവിടെ കയറുമ്പോൾ അവരുടെ പ്രായം 42 ശ്രീമതി ചന്ദ്രികാദേവിയുടെ കൊച്ചുമകൾക്ക് ചോറ് കൊടുക്കുമ്പോൾ അവരുടെ പ്രായം എത്രയാണെന്ന് നമ്മുടെ മുമ്പിലുണ്ട്. ഒരുപാട് പേര് അവിടെ കയറിയിട്ടുണ്ട്. 91 ശേഷമാണ് ഈ കോടതി വിധി വരുന്നത്. 91 ശേഷമുള്ള കോടതി വിധിയാണ് 2006 ആംഗ്ലോ ലോയേഴ്സ് അസോസിയേഷൻ ചോദ്യം ചെയ്യുന്നതും. ആ കോടതി വിധിക്ക് ശേഷം നടന്നുള്ള ചർച്ചകൾ നമുക്കറിയാം. സുപ്രീം കോടതി ഇപ്പോ ഈ 2018 സെപ്റ്റംബർ 28 വിധി പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് കോടതി എല്ലാ തലങ്ങളും സ്പർശിച്ചുകൊണ്ട് തന്നെയാണ് ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ കോടതി വിധി വന്നു കഴിഞ്ഞതോടുകൂടി ഈ വിശ്വാസങ്ങളെല്ലാം പോയി കഴിഞ്ഞിരിക്കുന്നു. അവിടെ സ്ത്രീകൾ കയറുന്നതോടുകൂടി ആകെ പ്രശ്നമാണ് എന്ന നിലയിലുള്ള വ്യാഖ്യാനം അത് നിലനിൽക്കുന്നില്ല. വർഷങ്ങളായി സ്ത്രീകൾ കയറാതിരുന്ന ശനി ശിക്നാപൂർ ക്ഷേത്രത്തിൽ സ്ത്രീകൾ പ്രവേശിച്ചു. ശനി ഭഗവാന് സ്ത്രീകൾ പാലഭിഷേകം നടത്തുന്നു. ഒരു ചൈതന്യവും അദ്ദേഹത്തിന്റെ കുറഞ്ഞിട്ടില്ല. ഹാജി അലി ദർഗയെ സ്ത്രീകൾ പ്രവേശിച്ചു. വളരെ
വളരെ സുഗമമായി അവിടെ സഹോദരിമായി പോയി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഈ സ്ത്രീകൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ദയവായി അങ്ങനെ പറയരുത്. അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യത്തിന് തകർച്ച ഉണ്ടാകുന്ന അങ്ങനെ പറയാനേ പാടില്ല. ലീലാവതി ടീച്ചർ സൂചിപ്പിച്ച പോലെ വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീകൾക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിയുമായിരുന്നില്ല. പിന്നീടാണ് എല്ലാവരും വരാൻ തുടങ്ങിയത്. അവിടുത്തെ ഗുരുവായൂരപ്പന്റെ ചൈതന്യത്തിന് ഒട്ടും കുറവ് വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഈ 21-ാം നൂറ്റാണ്ടിൽ നിന്നുകൊണ്ട് നമ്മൾ സ്ത്രീകൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആകെ കുഴപ്പമാകും എന്ന നിലയിലേക്ക് പോകാൻ പാടില്ല എന്നൊരു ദയവായ ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. കാരണം ഇത് ഭരണഘടനാപരമായി സ്ത്രീക്ക് കിട്ടിയ ഒരു അവകാശത്തെ നിഷേധിച്ചുകൊണ്ട് പോകുന്നത് ഒട്ടും ഭൂഷണമല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സജീവൻ കൂടി ഘട്ടത്തിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പക്ഷേ ഒരു ഇടവേള അനിവാര്യമാണ്. ഇടവേളയ്ക്ക് ശേഷം വേഗം നമുക്ക് സജീവനിലേക്ക് കൂടി എത്താം. സജീവൻ കൂടി ഘട്ടത്തിൽ നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ ചേരുന്നുണ്ട്. സജീവൻ, ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന നിലയ്ക്ക് അതിനും അപ്പുറത്തേക്ക് ശബരിമല പരിശോധിക്കപ്പെട്ടു. ഒപ്പം കേരളത്തിലെ ആകെ ഒരു സാംസ്കാരിക പശ്ചാത്തലം പരിശോധിക്കപ്പെട്ടു. അസമത്വം എന്നതിനെ സംബന്ധിച്ച് പരിശോധിക്കപ്പെട്ടു. പ്രത്യേകിച്ചും ശബരിമല തീർത്ഥാടന കേന്ദ്രം എന്നതിനും അപ്പുറത്തേക്ക് അവിടെ നിലനിന്നിരുന്ന വ്യത്യസ്തമായ ആചാരങ്ങൾ, ആ ഭൂപ്രദേശത്തിന്റെ പ്രത്യേകതകൾ, സവിശേഷതകൾ, അങ്ങനെ ഒരു വലിയ പരിശോധന തന്നെ കേരളത്തിന് മുന്നിൽ ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇപ്പോഴും വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ളൊരു പ്രശ്നമായി ഒരു ക്യാമ്പയിൻ ഉയർന്നു വരുന്നുണ്ട്. അതിന് കോൺഗ്രസും BJPയും കേരളത്തിൽ നേതൃത്വം കൊടുക്കുന്നും ഉണ്ട്. സജീവൻ, നിർണായകമാണ് ഈ ദിവസം. എങ്ങനെ പ്രതികരിക്കുന്നു, എങ്ങനെ നിരീക്ഷിക്കുന്നു ഈ ഘട്ടത്തിൽ? അതായത് ഇതൊരു വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള ഒരു പ്രശ്നമായിട്ട് ശബരിമലയിലെ യഥാർത്ഥ ഉടമസ്ഥരായിട്ടുള്ള ആ ഉടമസ്ഥരുടെ പിൻഗാമികളായിട്ടുള്ള ഞങ്ങൾ നോക്കിക്കാണുന്നില്ല. വിശ്വാസികളുടെയും അവിശ്വാസികളുടേതുമായിട്ടുള്ള പ്രശ്നമല്ലിത്. കാരണം ഇന്നിപ്പോ കോടതിയുടെ ഒരു വിധി വരാൻ പോവുകയാണ്. കോടതി എന്ന് പറയുന്നത് ഭരണഘടനയുടെ കസ്റ്റോഡിയനാണ്. അതാണ് സുപ്രീം കോടതി. ഭരണഘടനയെ നോക്കിയുള്ള വിധിയാണ് മുൻപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ വിധി റദ്ദാക്കേണ്ട യാതൊരുവിധ സാഹചര്യവും ഇപ്പോൾ ഒരിടത്തുമില്ല. പിന്നെ അവിടെ യുവതികൾ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയും കൂടിയാണ്. അതും കോടതി പരിശോധിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ തന്നെ ഞങ്ങൾ ഈ കേസിൽ കക്ഷിയുമല്ല, വാദിയുമല്ല, കക്ഷിയുമല്ല ഈ കേസിൽ. കാരണം 12 വർഷമായി ഈ കേസ് നടന്നിട്ട് ഈ കേസിൽ കക്ഷി ചേരുന്നുണ്ടോ, അതില് ഞങ്ങളെ ചേർക്കാമോ എന്ന് ചോദിച്ചതിനൊന്നും ഒരു മറുപടി ഞങ്ങൾക്ക് തന്നിട്ടില്ല. കാരണം ആ കേസുമായി പോയ ആളുകൾ. അതുകൊണ്ട് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം, ഭഗവാൻ അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വാമിയല്ലാതൊരു ശരണമില്ലാത്ത ജനതയാണ് മലയരയ സമുദായത്തിൽപ്പെട്ട ആളുകൾ. കാരണം ഞങ്ങൾക്ക് ശരണം സ്വാമി മാത്രമേ ഉള്ളൂ. ഞങ്ങൾ വിശ്വാസികളാണല്ലോ. മലയരയ സമുദായത്തിലെ എല്ലാ ആളുകളും വിശ്വാസികൾ തന്നെയാണ്, അയ്യപ്പന്റെ വിശ്വാസികളാണ്. പിന്നെ ശബരിമലയിലെ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അച്ചൻകോവില്, ആര്യങ്കാവ്, കുളത്തൂപ്പുഴ, ഈ അയ്യപ്പ ക്ഷേത്രത്തിലെല്ലാം സ്ത്രീകൾക്ക് പോകാം. ശബരിമലയിൽ എന്തുകൊണ്ട് സ്ത്രീകൾക്ക് പോകാൻ പാടില്ല? ശബരിമലയിലെ സ്ത്രീകൾ പോയിക്കൊണ്ടിരുന്നതാണ്. 91 വരെ അവിടെ സ്ത്രീകൾ പൊയ്ക്കൊണ്ടിരുന്നതാണല്ലോ. അതിനുശേഷം വന്നൊരു വിധിയെ തുടർന്നിട്ടാണല്ലോ സ്ത്രീകൾക്ക് ഒരു നിയന്ത്രണം അവിടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ എനിക്ക് അതുമല്ല പറയാനുള്ളത്. 116 വർഷത്തെ ചരിത്രമല്ല മലയരയ സമുദായത്തിന് ലോകത്തോട് സംസാരിക്കാനുള്ളത്. 1000 വർഷത്തെ ചരിത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതൊരു വലിയ പൗരാണികതയുടെ ഭാഗമായിട്ടാണ് ഒരു ചരിത്രാന്വേഷകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ കാണുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ദേശാഭിമാനി പത്രങ്ങളിൽ തുടർച്ചയായിട്ട് വരുന്നുണ്ട്, ആറന്മുളയിൽ നിന്ന് നടക്കുന്ന എക്സ്കവേഷൻസും അവിടെ നിന്ന് കണ്ടെത്തിയ ശിലകളും അതേപോലെ തന്നെ പ്രതിമകളുമൊക്കെ വളരെ ജീവൻ തുളുമ്പുന്ന പ്രതിമകളാണത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ടതാണ് അതൊക്കെ. അതിന്റെയൊക്കെ ഒരു പിന്മുറക്കാർ ഈ ലോകത്തുണ്ട്. അതിവിടുത്തെ ദ്രാവിഡ ജനതയാണ്. ആ ദ്രാവിഡ ജനതയുടെ അമ്പലം കയ്യേറി ബ്രാഹ്മണിക്കൽ ആചാരം അവിടെ അടിച്ചേൽപ്പിച്ചതിന്റെ ബാക്കി പത്രമാണ് ഈ ചർച്ച ചെയ്യുന്നത്. വിശ്വാസവും അവിശ്വാസവും എന്നുള്ള നിലയിൽ ബ്രാഹ്മണിക്കൽ പ്രത്യയശാസ്ത്രത്തിൽ പുരുഷ മേധാവിത്വമാണ് ഉള്ളത്. ദ്രാവിഡ പ്രത്യയശാസ്ത്രത്തിൽ പുരുഷ മേധാവിത്വമില്ല. പുരുഷനും സ്ത്രീക്കും തുല്യനീതി തന്നെയാണ്. അതുകൊണ്ടാണ് മഹാനായ ബാബാ സാഹേബ് അംബേദ്കർ ഭരണഘടനയില് സോഷ്യൽ ജസ്റ്റിസ് എന്ന് എഴുതി ചേർത്തിരിക്കുന്നത്. എല്ലാവർക്കും പുരുഷനും സ്ത്രീക്കും തുല്യനീതി നൽകണമെന്നുള്ള നിർബന്ധം അദ്ദേഹം എടുത്തത് അതുകൊണ്ട് തന്നെയാണ്. ആ ഭരണഘടനയെ നോക്കിയുള്ള ഒരു വിധിയായി ഇവിടെ വന്നിട്ടുള്ളത്. ആ വിധി നിലനിൽക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മലയരയ സമുദായം പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെയാണ്.
പക്ഷെ സജീവൻ ഈ ഘട്ടത്തിലും ഒരു പ്രസക്തമായ കാര്യമുള്ളത്, ഒന്നാമത്തെ കാര്യം, രണ്ട് പ്രധാന രാഷ്ട്രീയ കക്ഷികൾ കോൺഗ്രസും BJP-യും ഇത് വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള ഒരു പ്രശ്നമായി പറയുന്നു. പ്രത്യേകിച്ച് അതിന്റെ ആ വാദത്തിന് ആക്കം കൂട്ടുന്നതിന് അവിശ്വാസം അല്ലെങ്കിൽ നിരീശ്വരവാദം മുന്നോട്ട് വയ്ക്കുന്ന CPM ആണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് എന്നൊക്കെയുള്ള ഒരു വലിയ ക്യാമ്പയിൻ ഒരു ഭാഗത്ത് ഇങ്ങനെ നടക്കുകയാണ്. ഒരു വിഭാഗം വരുന്ന ആളുകളുടെ എങ്കിലും മനസ്സിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉയർത്തിയെടുക്കാൻ വേണ്ടി ഇവർ ഇതിനോടകം തയ്യാറായിട്ടുണ്ട്. അതിനുള്ളിൽ കൃത്യമായൊരു പൊളിറ്റിക്സ് ഉണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല. ആ ഘട്ടത്തിലാണ് സജീവൻ ഇപ്പോൾ സൂചിപ്പിക്കുന്ന ചരിത്രപരമായ പഠനങ്ങളെ സംബന്ധിച്ചും നവോത്ഥാനത്തിനെ സംബന്ധിച്ചും ഒക്കെ കേരളത്തിൽ പുതിയ തലമുറ പരിശോധിക്കുന്നതും പഠിക്കുന്നതും. ആ നിലയിൽ ഈ വിഷയം രൂക്ഷമായി ഉയർത്തിയെടുക്കാൻ ഇനിയും ഈ വിധിക്കുമേൽ ഈ രാഷ്ട്രീയ കക്ഷികൾ ശ്രമിക്കും എന്ന് തന്നെ കരുതുന്നുണ്ടോ? അതിനെ ഈ കാലഘട്ടം എങ്ങനെയായിരിക്കും മറികടക്കുക സജീവൻ, ഭരണഘടനാപരമായി തന്നെ? അതായത് ഇത് തീർച്ചയായിട്ടും ഇത് മറികടക്കുക തന്നെ ചെയ്യും. കാരണം ഇവിടെ വാമനൻ അവതരിച്ചത് ആരെ ഇല്ലാതാക്കാൻ വേണ്ടിയാ? ദ്രാവിഡ രാജാവായിട്ടുള്ള മഹാബലിയെ ചവിട്ടി താഴ്ത്തുന്നതിന് വേണ്ടിയാണ് വാമനൻ അവതരിച്ചത്. ആ വാമന അവതാരം തന്നെയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. ആചാരത്തിന്റെ പേരിലുണ്ടായിട്ടുള്ള അവതാരമാണ്. ഇവിടെ ഒരു ഭരണകൂടത്തെ, നമ്മൾ തന്നെ തെരഞ്ഞെടുത്ത ഭരണകൂടത്തെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. ഞാനൊരു ഭരണകൂടം, ഞാൻ ഈ രാജ്യത്തെ ഒരു പ്രജ എന്നുള്ള നിലയിലാണ്, ഒരു പൗരൻ എന്നുള്ള നിലയിലാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. നമുക്ക് ഈ എതിർത്തു പറയുന്ന ആളുകൾക്കും എല്ലാം ബോധ്യമുള്ള കാര്യം തന്നെയാണ്. ഞാൻ കൈരളി ചാനലിലിരുന്നാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. എന്നെ രാവിലെ കൂട്ടിക്കൊണ്ടുവരാൻ വന്ന ഡ്രൈവർ കൃത്യമായി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ആ കൈരളി ചാനലിലെ ഒരു ജീവനക്കാരൻ തന്നെ, കടുത്ത വിശ്വാസിയായിട്ടുള്ള ജീവനക്കാരൻ തന്നെയാണ്. അവര് അതുപോലെ ഇടതുപക്ഷത്തിലുള്ള ആളുകൾ മുഴുവൻ അവിശ്വാസികളാണെന്നും അന്ധവിശ്വാസികളാണെന്നും എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? അങ്ങനെയാണെന്ന് പറയുന്നത് പോലും തെറ്റാണ്. കാരണം അതല്ലല്ലോ ഈ രാജ്യത്തെ വിശ്വാസികളെയും അവിശ്വാസികളെയും എല്ലാം പ്രതിനിധീകരിക്കുന്നതാണ് ഏതൊരു ഗവൺമെന്റ് ആണെങ്കിലും. അങ്ങനെയൊക്കെ തന്നെയാ. ഇതിനെയൊക്കെ തീർച്ചയായിട്ടും കേരളം മറികടക്കും, യാതൊരു സംശയവുമില്ല. നമ്മുടെ പാരമ്പര്യം അതാണ് സൂചിപ്പിക്കുന്നത്. ശ്രീനാരായണ ഗുരു കൊണ്ടുവന്ന മഹത്തായ സന്ദേശം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ജനതയാണിത്. അയ്യൻകാളിയും അംബേദ്കറും അതുപോലെ പൊയ്കയിലെ കുമാരഗുരുദേവനും വൈകുണ്ഠസ്വാമിയും അടക്കമുള്ള ആറാട്ടുപുഴ വേലായുധ പണിക്കർ അടക്കമുള്ള ആളുകൾ കൊണ്ടുവന്ന നവോത്ഥാനത്തിന്റെ പിന്മുറക്കാർ തന്നെയാണ് നമ്മൾ. അന്നത്തെ ആചാരം നമ്മൾ ഇന്ന് കാണുന്ന ദുരാചാരമായിരുന്നു. അതൊരു വിശ്വാസത്തിന്റെ ആചാരമായിരുന്നു, അല്ലേ? ഒരു മതത്തിന്റെ ആചാരമായിരുന്നു. ഇവിടത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ വഴി നടക്കാൻ പാടില്ല. ദൈവത്തിനെ പ്രാർത്ഥിക്കാൻ ചെന്നാൽ അവന്റെ കണ്ണുപൊട്ടും, അവൻ വിദ്യാഭ്യാസം ചെയ്താൽ അവന്റെ ചെവിയിൽ ഈയമുരുക്കി ഒഴിക്കും, അവന് സ്ത്രീകൾ മാറുമറക്കാൻ പാടില്ല, സ്ത്രീകള് സതി അനുഷ്ഠിക്കണം. ഇതൊക്കെ ഒരു വിശ്വാസത്തിന്റെ പേരിലുള്ള ആചാരം തന്നെയായിരുന്നു, അല്ലെന്ന് പറയാൻ പറ്റുമോ? ആ ആചാരത്തിലൊക്കെ മറികടന്ന് തന്നെയാണ്, ലംഘിച്ചുകൊണ്ട് തന്നെയാണ് കേരള സമൂഹം ഇന്ന് സാക്ഷര സമൂഹമായിട്ട് നിൽക്കുന്നത്, ഇന്ന് സംസ്കാര സമ്പന്നമായിട്ടുള്ള ഒരു സമൂഹമായിട്ട് നിൽക്കുന്നത്. ഈ നവോത്ഥാന പ്രക്രിയയ്ക്ക് ഇടക്കാലം കൊണ്ട് തുടർച്ചയില്ലാതെ വന്നത് കൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു കാര്യം കേരളത്തിൽ ചർച്ച ചെയ്യാൻ പോലും ഇടയായിരിക്കുന്നത്. സ്ത്രീകളും പുരുഷനും ദൈവത്തിന്റെ മുമ്പിൽ സമന്മാരാണ്. കാരണം ഈ പറയുന്ന ആളുകൾക്കറിയാം, അവരുടെ അമ്മ സ്ത്രീയാണ്, അവരുടെ സഹോദരി സ്ത്രീയാണ്, അവരുടെ പെൺമക്കളെ സ്ത്രീയാണ് ആണല്ലോ. അവർക്ക് എന്തിനാണ് ഈ അവകാശം ഈ രാജ്യത്ത് നിഷേധിക്കുന്നത്? അവർക്ക് സ്ത്രീകൾക്ക് പുരുഷന് തുല്യമോ പുരുഷനോ മേലോ അവകാശം കൊടുക്കണം, അധികാരം കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം. അത് കേരളം അത് അംഗീകരിച്ച കാര്യമാണ്. കേരളത്തെ അങ്ങനെ മാറ്റിമറിക്കാമെന്ന് വിചാരിച്ചാൽ അത് ഈ കേരളത്തിൽ നടക്കുന്ന കാര്യമല്ല. ഇതിനെക്കുറിച്ച് നല്ല ബോധ്യമുള്ള അയ്യൻകാളിയുടെ പിന്മുറക്കാര്, വൈകുണ്ഠസ്വാമിയുടെ പിന്മുറക്കാര്, ശ്രീനാരായണ ഗുരുവിന്റെ പിന്മുറക്കാര്, ഇവരൊക്കെ ഇതിനെ മറികടന്ന് തന്നെ കേരളത്തെ നവോത്ഥാനവൽക്കരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. അതിൽ യാതൊരു സംശയവുമില്ല. ധനരാമൻ, ഏതായാലും ഈ ശബരിമല യുവതീ പ്രവേശ വിധിയിൽ ഉറച്ചു നിൽക്കുന്നു എന്ന നിലപാട് ഭരണഘടനാ ബെഞ്ച് സ്വീകരിക്കുകയാണെങ്കിൽ ഇനി ഒരു ചില വ്രണപ്പെടുത്തലുകൾ കേരളത്തിൽ ഉണ്ടായി എന്നത് യാഥാർത്ഥ്യമാണ്. ചിലരുടെയെങ്കിലും മനസ്സിൽ വിശ്വാസത്തിന്റെ പേരിൽ ചില വ്രണങ്ങൾ രാഷ്ട്രീയ അജണ്ടകൾ വെച്ചുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അത് പലപ്പോഴും പുറത്തായതുമാണ്. ചില സമരങ്ങളൊക്കെ നടത്തി ഗംഭീരമായി പരാജയപ്പെടുന്നത് കണ്ടു. ഉൾക്കാമ്പില്ലാത്ത സമരമായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇനി ഈ വിധി നിലനിൽക്കുകയാണെങ്കിൽ കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ മാനസികമായ വിഭജിക്കലുകൾക്കുള്ള സാധ്യത നോക്കിക്കാണുന്നുണ്ടോ? സജീവേട്ടൻ പറഞ്ഞ് നിർത്തിയെടുത്ത് തന്നെയാണ് ഞാൻ തുടങ്ങുന്നത്. കാരണം ഈ നവോത്ഥാനം എന്ന് പറയുന്നത് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഘട്ടം കഴിഞ്ഞു വന്നപ്പോൾ നമ്മൾ ഒരുപാട് കാലം അത് ചർച്ച ചെയ്തില്ല. ആ ഒരു ഗ്യാപ്പിലേക്കാണ് ഇത്തരത്തിലുള്ള ചെറിയ ശക്തികളൊക്കെ വന്ന് കയറിയിരിക്കുന്നത്. അപ്പൊ ഇവരെന്താണ് ഇപ്പോഴും ഈ ആളുകളെയൊക്കെ നമ്മളെയൊക്കെ മാനസികമായിട്ടായാലും ശാരീരികമായിട്ടായാലും ഇപ്പോഴും ഈ ആചാരങ്ങളുടെ പേരിൽ അതിക്രമിക്കാൻ വരുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് അറിയാമോ? ഈ ഒരു സവർണ വിഭാഗം ഇവിടെ ഒരു സാംസ്കാരിക അധികാരം ഈ സമൂഹത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവര് പറയുന്നതാണ് ഇവിടെ
ഇവിടുത്തെ ഏറ്റവും വിലപിടിപ്പുള്ളതും ഇവരുടെ സംസ്കാരമാണ്, ഈ പൊതുസമൂഹത്തിന്റെ സംസ്കാരമാണെന്ന്, നമ്മളുടെയൊക്കെ മറ്റ് സമുദായങ്ങളുടെ സംസ്കാരമൊക്കെ വളരെ വില കുറഞ്ഞതും ഞങ്ങൾ പറയുന്നതൊക്കെ വളരെ തെറ്റാണെന്നൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇവിടെ പൊതുമണ്ഡലത്തിൽ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ആഭാസമുണ്ടല്ലോ, ഇത്തരം ആചാരങ്ങളുടെ പേരിൽ ഇവിടെ നടക്കുന്ന ആഭാസം, ഇതൊന്നും ഇനി കേരളത്തെ സംബന്ധിച്ച് വിലപ്പോവില്ല എന്ന് തന്നെയാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ആഗ്രഹിക്കുന്നവരോട് പറയുന്നത്. കാരണം ഇവർ ഒരുപാട് ഈ ഒരു ആചാരങ്ങളുടെ പേരിൽ ഇവിടെ ഒരു ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാനുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. കാരണം ഇവർക്ക് ഈ സവർണത ഇവിടെ നിലനിന്നെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അമ്പലങ്ങളിലൂടെ ആചാരങ്ങളിലൂടെ മാത്രമേ ഇവർക്ക് മറ്റുള്ളവരെ ഈ കീഴ്പ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇവരുടെ ആചാരങ്ങളും സവിശേഷതകളൊക്കെ ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ സംഭവങ്ങളായിട്ട് കൊണ്ടു നടക്കുന്നു. ഇവരുടെ ഭക്ഷണം, ഇവരുടെ വെജിറ്റേറിയനിസം, ഇവരുടെ കുങ്കുമപ്പൊട്ട്, പിന്നെ ആടയാഭരണങ്ങളുടെ ഇവിടെ സെറ്റും മുണ്ടും, ഇതൊക്കെയാണ് കേരളം എന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. നമ്മളൊക്കെ പറയുന്നതും ഞങ്ങളൊക്കെ ഇപ്പൊ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ രാഹുൽ ഈശ്വറൊക്കെ ഇങ്ങനെ ഷൗട്ട് ചെയ്ത് ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നത് കാണുന്നത്. സത്യം പറഞ്ഞാൽ അതൊക്കെ എനിക്ക് ചിരിയാണ് വരുന്നത്. ഇതൊക്കെ എത്ര കണ്ടവരാണ് ഞങ്ങൾ. അപ്പൊ ഇവരുടെ ധാരണ ഇപ്പോഴും പഴയ കാലത്ത് ഇരുന്നിട്ട് ഞങ്ങളെയൊക്കെ നോക്കി ഇങ്ങനെ പേടിപ്പിക്കുകയും ഈ ഒരു അവരുടെ ഒരു സംസ്കാരം ഇവിടെ പ്രചരിപ്പിക്കുകയും നിരന്തരം പറയുകയും ചെയ്തുകൊണ്ടിരുന്ന കേരളം മാറുമെന്നോ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തെ അവർക്ക് വീണ്ടും മുതലാക്കാമെന്നോ ധരിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ തെറ്റാണ്. വളരെ പ്രബുദ്ധതയുള്ള ഒരു സംസ്കാരം ഉള്ള ഒരു ഇടമാണ് കേരളം. എനിക്കാണ് നേരത്തെ അനിൽ ബോസ് ചേട്ടനോട് നേരത്തെ പറയാനുള്ളത്, നമ്മൾ കോൺഗ്രസ് പാർട്ടിയൊക്കെ ഇവിടെ വളരെ ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള പാർട്ടികളാണ്. അപ്പൊ നിങ്ങളൊക്കെ ഈ RSSകാരുടെ കൂടി ഇപ്പോഴും താൽക്കാലിക രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കരുത് എന്നുള്ളതാണ് ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത്. വളരെ വേഗം തിരികെ എത്താം. ഏതായാലും ശബരിമല യുവതീ പ്രവേശനത്തിനെതിരായ എല്ലാ ഹർജികളും കോടതി അല്പസമയത്തിനകം പരിഗണിക്കും. വളരെ സുപ്രധാനമായ വിധിയായിരിക്കും, നിരീക്ഷണമായിരിക്കും. അങ്ങനെ തന്നെയാണ് രാജ്യത്തെ എല്ലാ മാധ്യമങ്ങളും ഒരുപക്ഷെ സാധാരണക്കാരായ ആളുകളും ഈ വിധിയെ, സുപ്രീം കോടതിയുടെ ഇന്നത്തെ ദിവസത്തെ നോക്കിക്കാണുന്നുണ്ട്. ഉദ്വേഗകരമായി തന്നെ കാത്തിരിക്കുകയാണ് ഭരണഘടനാ ബെഞ്ചിന്റെ നിർണായകമായ തീരുമാനത്തിന്. അതിന്റെ പരിശോധനകളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ ഇടവേള. സുപ്രീം കോടതിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ശരത്ത് കൂടി തത്സമയം ചേരുന്നുണ്ട്. ശരത്തെ, വാദം ആരംഭിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആനന്ദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ശബരിമല വിധിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള 56ഓളം റിവ്യൂ പെറ്റീഷനുമേലുള്ള ഭരണഘടനാ ബെഞ്ചിൽ ഇപ്പോൾ വാദം ആരംഭിച്ചിരിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ചാണ് ആദ്യം 56 റിവ്യൂ പെറ്റീഷനുകളിൽ മേൽ വാദം കേൾക്കുന്നത്. ആദ്യം റിവ്യൂ പെറ്റീഷന് മേൽ വാദം കേട്ട ശേഷമായിരിക്കും ബാക്കിയുള്ള 56 കഴിഞ്ഞ് ബാക്കിയുള്ള 9ഓളം മറ്റ് വിവിധങ്ങളായ ഹർജികളിൽ കോടതി പരിശോധന നടത്തുക. ഏതായാലും ചീഫ് ജസ്റ്റിസ് ആദ്യം തന്നെ ചില വാദം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ അഭിഭാഷകരോട് സമയം പാഴാക്കരുത് എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരു കമന്റ് നടത്തി എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ആദ്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ ഒരു അഭിഭാഷകരുടെയും അതുപോലെ തന്നെ ഹർജിക്കാരുടെയും നിര തന്നെയാണ് സുപ്രീം കോടതിയുടെ 1-ാം നമ്പർ കോടതിയിൽ ഇപ്പോൾ ഉള്ളത്. എല്ലാ ഹർജികളിലെയും ആവശ്യം ഒന്ന് തന്നെ എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. റിവ്യൂ ചെയ്യണമോ വേണ്ടയോ എന്നാണ് പരിശോധിക്കുന്നത് എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വിശ്വാസികൾക്ക് വേണ്ടി ഹാജരായിട്ടുള്ള റിവ്യൂ പെറ്റീഷൻ സമർപ്പിച്ചിട്ടുള്ളവർക്ക് വേണ്ടി അഭിഭാഷകനായ മോഹൻ പരാശരനാണ് ഇപ്പോൾ വാദം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 56ഓളം റിവ്യൂ പെറ്റീഷനുകളാണ് ആകെയുള്ളതെന്ന് സൂചിപ്പിച്ചു. അതിൽ വിവിധങ്ങളായ അഭിഭാഷകർ ഈ ഭക്തരെ പ്രതിനിധീകരിച്ചുകൊണ്ട്, വിശ്വാസികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഹാജരാകുന്നുണ്ട്. അതിൽ 1-ാമത്തെ ആളായിട്ടുള്ള മോഹൻ പരാശരനാണ് ഇപ്പോൾ വാദം ആരംഭിച്ചിരിക്കുന്നത്. ഒരു വിവരം ലഭിക്കുന്നത് ഈ 56 പുനർപരിശോധന ഹർജികളും പരിശോധിക്കുമ്പോൾ കോടതി ആദ്യഘട്ടത്തിൽ പ്രാഥമികമായി നിരീക്ഷണം നടത്തുന്നത് എല്ലാത്തിന്റെയും ഉള്ളടക്കം ഒന്നു തന്നെ എന്നൊരു പ്രതികരണം ഉണ്ടായതായി വിവരം ലഭിക്കുന്നുണ്ട്. തീർച്ചയായും അത് സൂചിപ്പിച്ചതുപോലെ തന്നെ ആനന്ദ്, എല്ലാ ഹർജികളിലെയും ആവശ്യം ഒന്ന് തന്നെ എന്നുള്ള കോടതിയുടെ അത് വിധി പുനഃപരിശോധിക്കണമെന്നുള്ള ഒരു ഉള്ളടക്കം തന്നെയാണ് ഏതായാലും ഈ 56 റിവ്യൂ പെറ്റീഷനുകളിലും ഉള്ളത്. അത് കോടതിയും അംഗീകരിക്കുന്നു. വിധി പുനഃപരിശോധിക്കണമോ എന്നുള്ള കാര്യം എന്നുള്ളതാണ് കോടതിയിൽ മുഴുവൻ റിവ്യൂ പെറ്റീഷനുകളിലൂടെയും ആവശ്യപ്പെടുന്നത് എന്നുള്ളത് കോടതി മനസ്സിലാക്കുന്നു. പക്ഷേ ആ റിവ്യൂ പെറ്റീഷനുകൾ പരിഗണിക്കണമോ വേണ്ടയോ എന്നുള്ളതിൽ കോടതി ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. റിവ്യൂ പെറ്റീഷനുകളുടെ പൊതു ഉള്ളടക്കം ഒന്നാണ് എന്നുള്ളത് കോടതി സമ്മതിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതേപോലെ തന്നെ ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നും വിധിയിലെ പിഴവുകൾ എന്താണെന്നുള്ള ഒരു ചെറിയ
ചോദ്യമുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ തന്നെ ഇപ്പോൾ വിശ്വാസികൾക്ക് വേണ്ടി ഹാജരായിട്ടുള്ള മോഹൻ പരാശരൻ വാദം ആരംഭിച്ചിരിക്കുകയാണ്. ഏതായാലും ഒരു ആദ്യം റിവ്യൂ പെറ്റീഷനുകളിൽ മേലുള്ള വാദം കേട്ട ശേഷമായിരിക്കും 4 റിട്ട് പെറ്റീഷനുകൾ, 2 ട്രാൻസ്ഫർ പെറ്റീഷനുകൾ, 2 സ്പെഷ്യൽ പെറ്റീഷനുകൾ, അതുപോലെ തന്നെ ഒരു സാവകാശ ഹർജി, ഇങ്ങനെ 9 ഹർജികളിലുള്ള വാദത്തിലേക്ക് കടക്കൂ. ഇപ്പോൾ 56 റിവ്യൂ പെറ്റീഷനുകളിൽ മേലുള്ള വാദം പുരോഗമിക്കുകയാണ്. ശരത്, ഏതായാലും വിധിയിലെ പിഴവ് എന്ത് എന്ന ചീഫ് ജസ്റ്റിസ് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട വാദം പുരോഗമിക്കുകയാണ്. ഏതായാലും വിശദമായി തന്നെ കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്ന നടപടിക്രമമാണോ സുപ്രീം കോടതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട്? തീർച്ചയായും ആനന്ദ് സൂചിപ്പിച്ചതുപോലെ തന്നെ എന്താണ് വിധിയിലെ പിഴവുകൾ എന്നുള്ള ഒരു ചോദ്യമാണ് ചീഫ് ജസ്റ്റിസ് ചോദിച്ചത്. അത് ഒരു വാദത്തിന്റെ ഒരു കോടതി വാദങ്ങളിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി എന്താണ് നിങ്ങളുടെ പ്രയർ എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യമായിരുന്നു. അതിന് ആണ് ഇപ്പോൾ വിശദീകരണം എന്നുള്ള രീതിയിൽ എന്തൊക്കെയാണ് പിഴവുകൾ എന്നത് പറയാൻ തയ്യാറാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മോഹൻ പരാശരൻ ഇപ്പോൾ റിവ്യൂ പെറ്റീഷന്റെ ഭാഗമായി വിധിയിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വാദം നടത്തുന്നത്. അതേസമയം തന്നെ ആദ്യം വാദിക്കാൻ ശ്രമിച്ചിട്ടുള്ള മറ്റ് ഒരു അഭിഭാഷകനോട് അവിടെ ഇരിക്കാനും അതുപോലെ തന്നെ മോഹൻ പരാശരനോട് വാദം തുടരാനും കോടതി പറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കോടതി കൃത്യമായും ആദ്യം റിവ്യൂ പെറ്റീഷനുകളിൽ മേലുള്ള വാദം തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ചീഫ് ജസ്റ്റിസും അതുപോലെ തന്നെ മറ്റ് ജസ്റ്റിസുമാരും ഒക്കെ തന്നെ ഏതൊക്കെ രീതിയിൽ ഇടപെടൽ നടത്തിക്കൊണ്ടുള്ള കമന്റുകൾ നടത്തുമെന്നുള്ളത് കൂടി ഏറെ പ്രധാനമാണ്. അവർ നടത്തുന്ന നിരീക്ഷണങ്ങൾ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ആളുകൾ പുനഃപരിശോധനാ ഹർജികളിൽ മേൽ നടത്തുന്ന പല നിരീക്ഷണങ്ങളും ഏറെ ശ്രദ്ധേയമാകാൻ തന്നെയാണ് സാധ്യത. ആ നിരീക്ഷണങ്ങൾ ഒരുപക്ഷെ അന്തിമ വിധിയിൽ പ്രതിഫലിക്കുമോ എന്ന് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. പക്ഷേ ആ നിരീക്ഷണങ്ങൾ വാദം കേൾക്കുന്നതിന്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഏറെ പ്രസക്തമായി തന്നെ പരിഗണിക്കേണ്ടത് കൂടിയാണ്. ആനന്ദ്, ശരി ശരത്, ഏതായാലും ശരത്ത് തുടരുക. ഏറ്റവും പുതിയ വിവരങ്ങൾക്ക് വീണ്ടും ശരത്തിലേക്ക് എത്താം. ഏതായാലും പുരുഷോത്തമൻ, ഏതായാലും സുപ്രീം കോടതി ഈ വിധി പരിശോധിക്കാൻ വേണ്ടി വിശദമായി തന്നെ പരിശോധിക്കുന്നു എന്ന് തന്നെയാണ് അറിയുന്നത്. കാര്യങ്ങൾ വിശദമായി കേൾക്കാൻ തയ്യാറായി തന്നെ ഭരണഘടനാ ബെഞ്ച് അറേഞ്ച്മെന്റ്സ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ കേട്ട് ഇതിൽ വിധി പ്രസ്താവം നടത്തും. പ്രസക്തമായ ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ്. ഭരണഘടനാപരമായി ഈ വിധി നിലനിൽക്കും, യുവതികൾക്ക് പ്രവേശിക്കാം എന്ന് പറഞ്ഞാൽ BJP എടുക്കാൻ പോകുന്ന നിലപാട് എന്തായിരിക്കും? കോടതിയെ ഭരണഘടനയെ അംഗീകരിക്കുന്നതായിരിക്കുമോ? ശരി, പുരുഷോത്തമൻ. ഞാനിതിന് ഈ BJP എടുക്കുന്ന തീരുമാനം എന്തായിരിക്കും എന്നുള്ളത് എനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല. അത് BJPയുടെ തീരുമാനങ്ങൾ എടുക്കുന്ന BJPയുടെ നേതാക്കളുണ്ട്, അതുപോലുള്ള കമ്മിറ്റികളുണ്ട്, അവരാണ് തീരുമാനിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, എനിക്ക് മുമ്പ് സംസാരിച്ച സജീവൻ അദ്ദേഹം പറയുകയുണ്ടായി ബ്രാഹ്മണത്വത്തിൽ അടിച്ചേൽപ്പിച്ച് ശബരിമലയിൽ കയറി അവരുടെ കൈയടക്കി എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു പറയാനുള്ളത്, ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണ, വൺ ഹൂ നോസ് ഗോഡ് ഈസ് ബ്രാഹ്മൺ. അല്ലാതെ ഇവിടെ പൂണൂലിട്ടവരും നായരും നമ്പൂതിരിയും ഈഴവനും പറയനും പുലയനും എന്നുള്ള ജാതി അല്ല, ജാതി കാസ്റ്റ് ഹിന്ദുസ് അല്ല. ദൈവത്തെ ഈശ്വരനെ അറിയുന്നവനാണ് ബ്രാഹ്മണൻ. ആ ബ്രാഹ്മണനാണ് സജീവനും ബ്രാഹ്മണനാണ് ആ ഘട്ടത്തില്, ആ തരത്തില്. ഇവിടെ ഇപ്പൊ ശബരിമല അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ ആര്യങ്കാവും അങ്ങനെ പല അയ്യപ്പക്ഷേത്രങ്ങളുണ്ട്. ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് ശബരിമല. ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്നത് വിശ്വാസമാണിത്. ഈ വിശ്വാസത്തിൽ കോടതിക്ക് പോലും എത്രമാത്രം ഇടപെടാൻ പറ്റും എന്നുള്ള ആശങ്ക എനിക്കുമുണ്ട്, വ്യക്തി എന്നുള്ള രീതിയിൽ, ഒരു പൗരൻ എന്നുള്ള നിലയിൽ. ഇത് ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പുള്ള കാര്യമാണ്. ഇവിടെ ക്ഷേത്രങ്ങൾ തകർക്കുക എന്നുള്ളത് ചില നിക്ഷിപ്ത താല്പര്യക്കാരുടെ ആവശ്യങ്ങളാണ്. ഏതായാലും പുരുഷോത്തമൻ താങ്കളിലേക്ക് എത്താം, മറ്റ് അതിഥികളിലേക്കും എത്താം. ഏതായാലും ഭരണഘടനയും കോടതി മുന്നോട്ട് വെക്കാൻ പോകുന്ന കാര്യങ്ങളും രാജ്യത്തിന്റെ അന്തസ്സത്തേക്ക് നിരക്കുന്നതാണോ എന്ന നിലയിലാണ് കാര്യങ്ങൾ പരിശോധിക്കേണ്ടത്. അതിനെ സംബന്ധിച്ച് ഇപ്പോഴും സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. വിശ്വാസം അത് വേറിട്ടത് തന്നെയായി നിങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും സുപ്രീം കോടതിയുടെ നിർണായകമായ ദിവസമാണ് ഈ കാര്യത്തിൽ. നിങ്ങൾ പറയുന്നത് പോലെ വിശ്വാസത്തിനെ കോടതി കാണുമോ, ഭരണഘടനാപരമായി കാണുമോ എന്ന ചോദ്യം എല്ലാവരും അത് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ശരത് വീണ്ടും ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശരത്, ഏറ്റവും പുതിയ വിവരങ്ങൾ, ഏതെങ്കിലും നിരീക്ഷണങ്ങൾ, ഏതെങ്കിലും നിർണായകമായ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ടോ?
ആനന്ദ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ റിവ്യൂ പെറ്റീഷനുകൾ പരിഗണിക്കുന്നതിനാൽ തന്നെ വാദങ്ങൾ മുഴുവൻ ഒതുങ്ങി നിൽക്കേണ്ടത് പുനഃപരിശോധന എന്തുകൊണ്ട് വേണമെന്നതിൽ ഒതുങ്ങി നിൽക്കണമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കോടതി ചീഫ് ജസ്റ്റിസ് പറയുന്നത്. വാദങ്ങൾ നീട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യം അല്ലെങ്കിൽ പുനഃപരിശോധന ആവശ്യത്തിനും അപ്പുറത്തേക്കുള്ള പല കാര്യങ്ങളും കോടതിയുടെ മുന്നിൽ വാദങ്ങളായി ഉയർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ അത് വേണ്ട, മറിച്ച് മുഖ്യ വിഷയം വിധി പുനഃപരിശോധിക്കണമോ എന്നതാണ്. അതിനാൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഊന്നിക്കൊണ്ട് പുനഃപരിശോധന ആവശ്യത്തിൽ ഊന്നിക്കൊണ്ടുള്ള വാദങ്ങൾ ഉയർത്തണമെന്നുള്ള ഒരു സൂചന ചീഫ് ജസ്റ്റിസ് നൽകിയിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള 9 ഹർജികളുണ്ട്. ഈ പുനഃപരിശോധന ഹർജികൾ കൂടാതെ ഈ 9 ഹർജികൾക്ക് പ്രാധാന്യം ഇല്ല എന്നല്ല. കാരണം ഇപ്പോൾ പരിഗണിക്കുന്നത് റിവ്യൂ പെറ്റീഷനാണ്. അതുകൊണ്ട് റിവ്യൂ പെറ്റീഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ സുപ്രീം കോടതി വാദങ്ങൾ അതിരുകടക്കുമ്പോൾ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളത് മാത്രമേ കണക്കാക്കാൻ വേണ്ടി പറ്റൂ. അതിനാൽ തന്നെ മറ്റ് ഹർജികളുടെ കാര്യത്തിൽ ഒരു നിസ്സംഗതാ മനോഭാവം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. ഇപ്പോൾ ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിശ്വാസികൾക്ക് വേണ്ടി ഹാജരായി എന്ന് പറയുന്ന അഭിഭാഷകനായ മോഹൻ പരാശരൻ തന്നെയാണ് വാദം തുടരുന്നത്. ആനന്ദ്, ശരത്ത്, ഏതായാലും ഈ പ്രമുഖരായ അഭിഭാഷകരുടെ ഒരു നിര തന്നെ കോടതിയിൽ ഹാജരായിട്ടുണ്ടെന്ന് പറയുന്നു. ഇവരെല്ലാവരും ഈ കാര്യത്തിനെ സംബന്ധിച്ച് കോടതിയോട് പറയുമോ? അത് ഉണ്ടാകാതിരിക്കാനാണോ ഒരുപക്ഷെ ആദ്യം തന്നെ എല്ലാ ഹർജികളിലെയും ഉള്ളടക്കം ഒന്ന് തന്നെ എന്ന് കോടതി തന്നെ നിരീക്ഷിക്കുന്നത്? തീർച്ചയായും ആനന്ദ്, ആ ഒരു സാഹചര്യത്തിൽ 56 പുനഃപരിശോധനാ ഹർജികളിൽ വിവിധ അംഗങ്ങളായി 19ഓളം അഭിഭാഷകർ ഹാജരാകുമ്പോൾ തീർച്ചയായും ഇത് കോടതി നടപടികൾ നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു കാരണമാകും. 50ഓളം അഭിഭാഷകർ അല്ലെങ്കിൽ ഈ വിധിയെ എതിർത്തുകൊണ്ട് പുനഃപരിശോധന ആവശ്യപ്പെടുന്ന അഭിഭാഷകരൊക്കെ തന്നെ കോടതിയിൽ സംസാരിക്കുക എന്ന് പറയുന്നത് കോടതി നടപടികൾ നീട്ടിക്കൊണ്ടുപോകാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ ഈ പുനഃപരിശോധന എന്ന ആവശ്യത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളതിൽ വ്യത്യസ്തമായി ഒരു അഭിഭാഷകൻ ഇപ്പോൾ ചില കാര്യങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് ഇന്ന കാരണങ്ങൾ കൊണ്ട് വിധി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഏതെങ്കിലും അഭിഭാഷകർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കേൾക്കാൻ മാത്രമേ കോടതി തയ്യാറാകൂ എന്നാണ് തോന്നുന്നത്. കാരണം ഈ രീതിയിൽ കോടതി നടപടികൾ അല്ലെങ്കിൽ നീണ്ടുപോകും. മുതിർന്ന അഭിഭാഷകരുടെ ഒരു വലിയ നിര തന്നെ കോടതിയിലുണ്ട്. അതിനാൽ തന്നെ അവരുടെ ഒക്കെ തന്നെ എതിർവാദങ്ങളൊക്കെ തന്നെ കേൾക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ ഈ ഒരു സാഹചര്യം കൂടി കോടതിയുടെ മുന്നിൽ ഉള്ളത് കൊണ്ടാകാം പുനഃപരിശോധന എന്ന ആവശ്യത്തിൽ ഊന്നിക്കൊണ്ടുള്ള വാദങ്ങൾ ഉയർത്തണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടാവുക. ഏതായാലും തന്ത്രിക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകനായ വി ഗിരി, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പിന്തുണയോടെ കോൺഗ്രസ് നിർദ്ദേശപ്രകാരം കോൺഗ്രസ് നേതാവായിട്ടുള്ള പ്രയാർ ഗോപാലകൃഷ്ണൻ നൽകിയിട്ടുള്ള ഹർജിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അഭിഭാഷകനായ മനു അഭിഷേക് സിംഗ്വി, അതുപോലെ തന്നെ ഉഷാനന്ദിനി എന്ന അഭിഭാഷകയ്ക്ക് വേണ്ടി മറ്റൊരു അഭിഭാഷകനായ ഗോപാൽ ശങ്കർ നാരായണൻ ഉൾപ്പെടെയുള്ള അഭിഭാഷകരൊക്കെ തന്നെ ഇത്തരത്തിൽ സുപ്രീം കോടതിയിൽ വാദങ്ങൾ ഉന്നയിക്കും. അതേസമയം കഴിഞ്ഞ തവണ ബിന്ദുവും കനകദുർഗയ്ക്കും ഉൾപ്പെടെ സംരക്ഷണം ശബരിമല സ്ത്രീ പ്രവേശനം നടത്തിയതിന്റെ പേരിൽ അക്രമം നേരിടുന്ന പശ്ചാത്തലത്തിൽ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ അവർക്ക് വേണ്ടി വാദിച്ചിട്ടുണ്ടായ ഹാപ്പി ടു ബ്ലീഡ് എന്ന സംഘടനയുടെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ന് ഇന്ദിരാ ജയ്സിംഗ് എന്ന മുതിർന്ന അഭിഭാഷകയും കോടതിയിൽ എത്തിയിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിൽ വിധി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ അഭിഭാഷകർ ഓരോ കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ എതിർവാദങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി സാധിക്കുന്ന നിലയിലുള്ള മറ്റ് ഒരു അഭിഭാഷകരുടെ നിര കൂടി മറുവശത്ത് ഉണ്ട് എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെ സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകർ ജയദീപ് ഗുപ്ത ഉൾപ്പെടെയുള്ള അഭിഭാഷകരും കോടതിയിലുണ്ട്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല BJP നേതാക്കന്മാരും അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളും ഈ ഹർജി അവസാന നിമിഷമെങ്കിലും ചേർന്നിട്ടുണ്ട്. അതിനാൽ തന്നെ ഒരു സർക്കാരിനെതിരായ ഒരു വാദങ്ങളൊക്കെ തന്നെ ഉയരുകയാണെങ്കിൽ അതിനെ കൃത്യമായി കണക്കുകൾ സഹിതം പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്ന നിലയിലുള്ള തയ്യാറെടുപ്പുകൾ സർക്കാർ അഭിഭാഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ആനന്ദ്, ശരി ശരത്ത്, ഏതായാലും പുതിയ വിവരങ്ങൾക്ക് വീണ്ടും എത്താം. ഏതായാലും അനിൽ ബോസ്, ഭരണഘടനാപരമായി കോടതി പറയുന്ന കാര്യം അംഗീകരിക്കാൻ തയ്യാറുണ്ടോ? അനിൽ ബോസുമായി ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. ഏതായാലും എത്താം സുജാതയിലേക്ക്. സുജാത, ഏതായാലും ഒരു ചെറിയ ശതമാനത്തിന്റെയെങ്കിലും മനസ്സിൽ മറ്റു ചില ചിന്തകൾ കേരളം പോലൊരു സംസ്ഥാനത്ത് സൃഷ്ടിക്കാൻ കഴിഞ്ഞു, പ്രത്യേകിച്ച് വിശ്വാസമായതുകൊണ്ടാണ്. കാരണം ഞാൻ പലപ്പോഴും ഇത്തരം ചർച്ചകൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ സൂചിപ്പിച്ചു പോയതുമാണ്. ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, ചില വർത്തമാനങ്ങളിൽ പെട്ടെന്നൊരു വ്യത്യാസം, കൂട്ടുകാര എന്ന് വിളിച്ചുകൊണ്ടിരുന്ന വിളി മാറുന്നു, നീ ഒരു ക്രിസ്ത്യാനിയല്ലേ, നീ കാര്യത്തിൽ അഭിപ്രായം പറയണ്ട എന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന നിലയിലേക്ക് കേരളം പോലൊരു സംസ്ഥാനം മാറുന്നു.
മാറ്റാൻ കഴിഞ്ഞിരിക്കുന്നു. വിശ്വാസമാണ് അതിന്റെ പ്രധാന കാരണം. ഭരണഘടനാപരമായി ഈ മൂല്യങ്ങൾ വച്ചുകൊണ്ട് ഇതിനെ അതിജീവിക്കുക എന്നത് LDF സർക്കാർ ഒരു വെല്ലുവിളിയായി കാണുന്നുണ്ടോ, അതോ നിസ്സാരമായി തന്നെ അതിനെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സാക്ഷരബോധം കേരളത്തിനുണ്ട് എന്ന ഉറച്ച നിലപാടാണോ CS സുജാത ഈ ഘട്ടത്തിൽ നിങ്ങൾക്കുള്ളത്? ഇതിനെ സംബന്ധിച്ച് കേരള ഗവൺമെന്റിന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഈ വിധിയുമായി ബന്ധപ്പെട്ടൊന്ന് പറഞ്ഞിട്ട് മറ്റേലേക്ക് കടക്കാം. അതായത് ശബരിമല കോടതി വിധി വന്നപ്പോൾ കേരള ഗവൺമെന്റിന്റെ നിലപാട് എന്താണ്, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നിലപാട് എന്താണ്? ആ വിധിയെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. കാരണം സ്ത്രീപുരുഷ തുല്യത അംഗീകരിക്കുന്ന ഒരു ഗവൺമെന്റിന് ആ ഒരു നിലപാടേ എടുക്കാൻ കഴിയൂ. സ്ത്രീപുരുഷ തുല്യതയ്ക്ക് വേണ്ടി പോരാടുന്ന പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് ആ നിലപാട് തന്നെയാണുള്ളത്. അതുകൊണ്ട് വിധിയെ സ്വാഗതം ചെയ്യുന്നു. ഗവൺമെന്റിനുള്ള ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യതയുണ്ടല്ലോ, ആ ബാധ്യത നിറവേറ്റുകയും വേണം. അതുകൊണ്ടാണ് പറഞ്ഞത്, ശബരിമല കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഒരു സഹോദരി ശബരിമല ദർശനം അയ്യപ്പനെ തൊഴുത് വണങ്ങാൻ വന്നാൽ അവരെ അത് അനുവദിക്കുക തന്നെ വേണം. അവർക്ക് സംരക്ഷണം കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഗവൺമെന്റ് ഉണ്ട്. ഗവൺമെന്റ് ആ ഉത്തരവാദിത്തമാണ് നിർവഹിച്ചത്. ഇന്നിപ്പോൾ മറിച്ചൊരു വിധിയാണ് വരാൻ പോകുന്നതെങ്കിൽ ആ വിധിയെ സ്വാഗതം ചെയ്യുമെന്ന് ഗവൺമെന്റ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അത് വിശ്വാസികളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല. തെറ്റിദ്ധരിപ്പിക്കാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ട്. അതാണ് ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നത്. 91 വിധി വന്നപ്പോൾ ആ വിധിയെ നമ്മൾ സ്വാഗതം ചെയ്തു. ഈ വിധിക്കെതിരെ കോടതിയിൽ പോയത് ഗവൺമെന്റ് അല്ല. 2006 പോയത് RSS വിശ്വസിക്കുന്ന അഭിഭാഷക സംഘടനയാണ്. 2018 കോടതി വിധി വന്നപ്പോൾ ഗവൺമെന്റ് ആ കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ ഗവൺമെന്റിന് ഒരു നിലപാടുണ്ട്. ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഗവൺമെന്റാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുന്നു. അത് ഭയാശങ്ക കൂടാതെ നടപ്പിലാക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനമാണ് ഈ സംസ്ഥാനം. ആ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റാണ് ഇവിടുത്തെ ഗവൺമെന്റ്. അതുകൊണ്ട് ആ ഗവൺമെന്റിന് കോടതി എടുക്കുന്ന നിലപാട് ഏത് നിലപാടെടുത്താലും ആ നിലപാട് ഗവൺമെന്റ് അംഗീകരിക്കുമെന്ന് ഇവിടെ സൂചിപ്പിച്ചത്. ഇവിടെ ഈ വിധി വന്നു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ വിഭാഗത്തെ സ്വാധീനിക്കാനുള്ള ഒരു ശ്രമം അവർ നടത്തുകയുണ്ടായി. നമ്മൾ കണ്ടതാണ്. അത് നിഷേധിച്ചിട്ട് കാര്യമില്ല. ഇപ്പോ പല പ്രദേശങ്ങളിലും സംഘടിപ്പിച്ച നാമജപ ഘോഷയാത്രയൊക്കെ നമ്മൾ കണ്ടു. ആ നാമജപ ഘോഷയാത്രയിൽ പോയ സഹോദരിമാരെ കൊണ്ട് വിളിപ്പിച്ച മുദ്രാവാക്യവും നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. പക്ഷേ ആ സഹോദരിമാരിൽ നല്ലൊരു വിഭാഗത്തെ മടക്കിക്കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇവിടെ ശ്രീ സജീവൻ പറഞ്ഞതും ധന്യ പറഞ്ഞ വാക്കുകളൊക്കെ നിങ്ങൾ കേട്ടില്ലേ? അതായത് കഴിഞ്ഞ 1.5 മാസക്കാലമായി കേരളത്തിൽ നടന്ന വലിയൊരു ക്യാമ്പയിൻ ഉണ്ട്. യഥാർത്ഥത്തില് ഈ തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിച്ച ശക്തികളെ അല്ലെങ്കിൽ അവരെ നേരിടാൻ അവരൊക്കെ ഒരു ചെറിയ ന്യൂനപക്ഷത്തെ അങ്ങ് സൂചിപ്പിച്ച പോലെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകുമല്ലോ എന്ന് പറഞ്ഞല്ലോ. ആദ്യഘട്ടത്തിൽ കഴിഞ്ഞിരുന്നു. പക്ഷെ അവരെ തിരുത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. കാരണം ഇവിടെ എങ്ങനെയാണ് കേരളം ഇവിടെ വരെ എത്തിയത് ഞങ്ങൾ പഠിപ്പിച്ചു. സ്വാമി വിവേകാനന്ദനും ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചിരുന്ന പഴയ കേരളം, ദൈവത്തെ ആരാധിക്കാൻ സ്വാതന്ത്ര്യമില്ലായിരുന്ന, അത് ഇഷ്ടപ്പെട്ട ദൈവത്തെ ആരാധിക്കാൻ സ്വാതന്ത്ര്യമില്ലായിരുന്നല്ലോ, വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന, മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന, ആഭരണം ധരിക്കാൻ സ്വാതന്ത്ര്യമില്ലായിരുന്ന, പഠിക്കാൻ അവകാശമില്ലായിരുന്ന, പഠിച്ചാൽ ജോലി കിട്ടാതിരുന്ന, അല്ലെങ്കിൽ പണിയെടുത്താൽ കൂലി കിട്ടാതിരുന്ന ആ ഒരു അവസ്ഥയെ സംബന്ധിച്ച്, ആ കേരളത്തിൽ നിലനിന്നിരുന്ന പഴയ അവസ്ഥയെ സംബന്ധിച്ച് നന്നായി ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അവിടെ നിന്ന് എങ്ങനെയാണ് ഇവിടെ വരെ എത്തിയത്? ഇന്ന് കേരളത്തിലെ സഹോദരന്മാരോട് നിങ്ങൾ ചോദിച്ച് അവര് പറയും അയ്യപ്പന് തേനഭിഷേകം നടത്തിയിരുന്ന മലയറിയ സഹോദരന്മാരാണെന്ന് പറയും, അയ്യപ്പൻ ജ്യോതി തെളിച്ചിരുന്ന അവരാണെന്ന് പറയും. സഖാവ് സുശീല ഗോപാലിന്റെ കുടുംബത്തിനായിരുന്നു വെടിവഴിപാട്, ചീരപ്പഞ്ചിറ തറവാടിനായിരുന്നു അവർക്കറിയാം. അർത്തുങ്കൽ പള്ളിയിലെ വെളുത്തച്ഛന്റെ അടുക്ക പോയി പ്രാർത്ഥിച്ചിട്ട് ശബരിമലയിൽ പോകുന്നതിനെ സംബന്ധിച്ച് അവർക്കറിയാം. വാവര് പള്ളിയുടെ ചുറ്റിനും നടക്കാൻ മറ്റു സമുദായക്കാർക്ക് സ്ത്രീകൾക്കടക്കം അവകാശമുണ്ട്. വാവര് സ്വാമിയുടെ ആ പള്ളിക്കകത്ത് തേങ്ങ അടിക്കുന്ന ഒരു പ്രത്യേക സ്ഥലമുണ്ടെന്ന് പോലും ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസികളായിട്ടുള്ള സഹോദരിമാരൊക്കെ അറിഞ്ഞത് ഈ വിധി വന്നതിന് ശേഷം. ആ വിധിക്കെതിരായിട്ടുള്ള അവരുടെ ക്യാമ്പയിനും ആ വിധിയുടെ യഥാർത്ഥ കാര്യങ്ങൾ എന്താണെന്ന് ഞങ്ങൾ നടത്തിയിട്ടുള്ള ക്യാമ്പയിന്റെയൊക്കെ ഫലമായി തന്നെയാണ് ഇവിടെ എല്ലാ നവോത്ഥാനം. നിങ്ങളിപ്പോ ചോദിച്ചോ, കേരളത്തിലെ സ്ത്രീകളോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി പോരാടിയിട്ടുള്ള ഇവിടെ സജീവ സൂചിപ്പിച്ച എല്ലാ നവോത്ഥാന നായകന്മാരെ കുറിച്ചും കേരളത്തിലെ സ്ത്രീകൾ പറയും. കേരളത്തിലെ സ്ത്രീകൾ ഇന്ത്യയിലെ ഏറ്റവും മുന്നിൽ തന്നെ നിൽക്കുന്നു.
കേരളത്തിലെ സ്ത്രീകൾ വിദ്യാസമ്പന്നരാണ്, ആയുർദൈർഘ്യത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു, സ്ത്രീ പുരുഷ അനുപാതത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു, പ്രസവ സമയത്ത് മരിക്കുന്ന അമ്മമാരുടെ എണ്ണം കുറവാണ്, 54% സ്ത്രീകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണരംഗത്തേക്ക് വന്നു, സ്ത്രീകൾക്ക് വേണ്ടി ഒരു ഗവൺമെന്റ് ജെൻഡർ ബജറ്റ് അവതരിപ്പിച്ചു, 47 ലക്ഷം സ്ത്രീകൾ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു, ലക്ഷക്കണക്കിന് വരുന്ന സ്ത്രീകൾ തൊഴിലുറപ്പ് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. ഈ നിലയിലേക്ക് കേരളത്തിലെ സ്ത്രീകൾക്ക് മാറാൻ കഴിഞ്ഞത് നവോത്ഥാന നായകന്മാരുടെ പ്രവർത്തനവും 57 മുതൽ അധികാരത്തിൽ വന്ന ഗവൺമെന്റുകളുടെ പ്രവർത്തനവും കൊണ്ട് തന്നെയാണ്. അതാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് വരുമ്പോഴും കേരളം 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. സുസ്ഥിര വികസനത്തെ സംബന്ധിച്ച റിപ്പോർട്ടിലും കേരളം 1ാം സ്ഥാനത്തും ലിംഗനീതിയുടെ കാര്യത്തിലും കേരളം 1ാം സ്ഥാനത്തേക്ക് എത്തിയത്. ഇത് കേരളത്തിലെ സ്ത്രീകൾ മറന്നു പോകാൻ പാടില്ല. ഒരു ചെറിയ പക്ഷത്തെ ഞാൻ പറഞ്ഞല്ലോ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരോട് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് ഈ നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നത് ഈ കേരളത്തിന്റെ ഒരു പഴയ പശ്ചാത്തലം അല്ലെങ്കിൽ പണ്ടത്തെ പശ്ചാത്തലം മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നവോത്ഥാന പോരാട്ടങ്ങൾ, നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, 57 മുതൽ അധികാരത്തിൽ വന്ന ഗവൺമെന്റുകൾ നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമായി തന്നെയാണ്. അതുകൊണ്ട് ധന്യ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ വീണ്ടും നിങ്ങൾ വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് പുറകോട്ട് പോകാൻ ഇടവന്നുകൂടാ. അതുകൊണ്ട് സ്ത്രീ പുരുഷ തുല്യത പറയുന്ന ഒരു ഭരണഘടന ഉയർത്തിപ്പിടിക്കുക വേണം. ആ ഭരണഘടന നിർമ്മാണത്തിൽ അല്ലെങ്കിൽ ആ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ കേരളത്തിലെ 3 സഹോദരിമാര് പോയിരുന്നു എന്ന് ഈ കേരളത്തിലെ മഹാഭൂരിപക്ഷം എന്ന സ്ത്രീകളും അറിയുന്നത് ഇപ്പോഴാണ്. അതിന്റെ ഒരു കുറവൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കേരളത്തിലെ സ്ത്രീകൾ ഇന്ന് തിരിച്ചറിഞ്ഞിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ദാക്ഷായണി വേലായുധനെ കുറിച്ച് ഒരു പ്രസംഗം നടത്താൻ പറഞ്ഞാൽ ഇന്ന് കേരളത്തിലെ സ്ത്രീകൾ പറയും. അത്രമാത്രം കേരളത്തിലെ സ്ത്രീകളെ മാറ്റിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം പറയുമ്പോഴും വിശ്വാസികളായിട്ടുള്ള സഹോദരിമാർക്ക് പോകണമെങ്കിൽ ശബരിമലയിൽ പോകാം. അല്ലാതെ മുഴുവൻ സ്ത്രീകളെയും ശബരിമലയിൽ കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുന്നതിന്റെ ആവശ്യമില്ല. അതല്ല നമ്മുടെ മുന്നിലുള്ള പ്രശ്നം. പക്ഷെ അയ്യപ്പനെ ഒന്ന് തൊഴണം, അയ്യപ്പനോട് സങ്കടം പറയണം എന്ന് വിശ്വസിക്കുന്ന സഹോദരിമാർക്ക് അവിടെ പോകുവാനുള്ള അവസരമാണ് ഭരണഘടന കൊടുത്തിരിക്കുന്നത്. ആ അവസരം കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന ശക്തികൾക്ക് മേൽക്കൈ ഉണ്ടാകാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ കഴിഞ്ഞ നീണ്ട 12 വർഷക്കാലം ഈ കേസ് സുപ്രീം കോടതിയിൽ വിശദമായി ചർച്ച നടത്തിയിട്ടുള്ളതാണല്ലോ. ആദരണീയനായ ശ്രീ പരാശരൻ അടക്കമുള്ള ആളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നടത്തിയ വാദമെല്ലാം നമുക്കറിയാം. വാദം ഇന്നിപ്പോ തുടങ്ങിയ ആ വാദത്തിനിടയിലും കോടതി ചോദിച്ചല്ലോ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്, ഈ കോടതിയിലെ പിഴവ് എന്താണെന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്. ചീഫ് ജസ്റ്റിസ് ലീഡ് ചെയ്ത ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയാണ് അത്. ഭരണഘടനയുടെ മൗലിക അവകാശങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള വിധിയാണ്. ആ വിധി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പൊതുപ്രവർത്തകയാണ് ഞാൻ അല്ലെങ്കിൽ എന്റെ പ്രസ്ഥാനം അല്ലെങ്കിൽ ഞാൻ പ്രദാനം ചെയ്യുന്ന മഹിളാ സംഘടന. പക്ഷെ ഇന്ത്യൻ സുപ്രീം കോടതിയിൽ വിശ്വസിക്കുന്ന ഒരാൾ, ഭരണഘടനയെ വിശ്വസിക്കുന്ന ഒരാൾ എന്ന നിലയിൽ സുപ്രീം കോടതി നമ്മൾ പറയുമല്ലോ, വിധി ലോ ഓഫ് ദ ലാൻഡ് ആണ്. സുപ്രീം കോടതിയുടെ വിധി എന്തായാലും ആ വിധിയെ അംഗീകരിക്കുവാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരുമാണ്. വ്യക്തമാണ്. ഏതായാലും ഭരണഘടനാപരമായ മൂല്യത്തിൽ അതിന്റെ പശ്ചാത്തലത്തിൽ അതിൽ ചവിട്ടി നിന്നുകൊണ്ട് മാത്രമായിരിക്കും കോടതിക്ക് കാര്യത്തിൽ നിർണായകമായ തീരുമാനം എടുക്കാൻ കഴിയുക. ഏതായാലും ഈ ചർച്ചയിൽ ഘട്ടത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വിശ്വാസവും നിയമവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ ഇന്ത്യയുടെ പരമോന്നത കോടതിയിൽ നടക്കുന്നു. അതിന്റെ ഉദ്യോഗകരമായ നിമിഷങ്ങൾ എല്ലാ മാധ്യമങ്ങളും ഒരുപക്ഷെ നിരീക്ഷിക്കുന്നുണ്ട്. സാധാരണക്കാരും വലിയ ആശങ്കയോടുകൂടി തന്നെയാണ് സുപ്രീം കോടതിയുടെ ഈ കടന്നുപോകുന്ന നിമിഷങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കൃത്യമായ രാഷ്ട്രീയ ചലനങ്ങൾ കേരളത്തിൽ ഇതിനോടകം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. LDF സർക്കാർ അവരുടെ നിലപാട് കൃത്യമായി ഇക്കാര്യത്തിൽ പറയുന്നുണ്ട്. BJPയെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും നിരവധി തവണ നിലപാടുകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് എല്ലാ മാധ്യമങ്ങളും അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. രാഷ്ട്രീയമായി കാര്യങ്ങളെ ഈ വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റാൻ ചില സംഘടനകൾ ശ്രമിച്ചിട്ടുമുണ്ട്. ഏതായാലും അല്പസമയത്തിനകം വളരെ നിർണായകമായ തീരുമാനം ശബരിമല വിഷയത്തിൽ വരാൻ പോകുന്നു. അതിന് കാതോർക്കുകയാണ് പ്രത്യേകിച്ചും കേരളത്തിലെ മലയാളികൾ എന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും ഈ പരിശോധനകൾ തുടരും. ജോർജ് ജോൺ ചേരും ഒരിടവേളയ്ക്ക് ശേഷം. നമസ്കാരം. വാർത്തകൾ തുടരുകയാണ്. 12 വർഷം നീണ്ടുനിന്ന വാദങ്ങൾക്ക് ശേഷമാണ് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ച വിധിയിൽ പുനഃപരിശോധനാ ഹർജികളിൽ കോടതി നടപടികൾ പുരോഗമിക്കുന്നത്. ഒരുപക്ഷെ അപൂർവമായ ഒരു സാഹചര്യം കൂടിയാണ് സുപ്രീം കോടതിയിൽ. വിശ്വാസവും നിയമവും രണ്ടു പക്ഷം നിൽക്കുന്ന അവസ്ഥ. രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ മറ്റൊരു വിഭാഗം ഇതിനിടയിൽ പുരോഗമന പക്ഷവും യാഥാസ്ഥിതിക പക്ഷവും കോടതിയുടെ നിലപാടുകൾ ഉറ്റുനോക്കുന്ന സാഹചര്യം കൂടിയാണ്. കോടതി നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. 56 പുനഃപരിശോധനാ ഹർജികളാണ് കോടതിയുടെ മുന്നിൽ ഉള്ളത്. കോടതിയിൽ നിന്ന് നിർണായക പരാമർശങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് ശരത്ത് ചേരുകയാണ്. ശരത്ത്, കോടതി നടപടികൾ പുരോഗമിക്കുകയാണ്. ഏത് നിലയിലാണ് കോടതി നടപടികൾ പുരോഗമിക്കുന്നത്?
ജോർജറ്റ് 56 പുനഃപരിശോധനാ ഹർജികൾ ആണ് ഇപ്പോൾ. അത് എന്തുകൊണ്ട് പുനഃപരിശോധന ആവശ്യപ്പെടുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള വാദമാണ് സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ച് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികൾക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകനായ മോഹൻ പരാശരനാണ് ഇപ്പോൾ വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വാദം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും 4 കാര്യങ്ങളാണ് അദ്ദേഹം വിധി പുനഃപരിശോധിക്കണമെന്നുള്ള ആവശ്യമായി ഉന്നയിക്കാൻ വേണ്ടി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഒന്ന്, ഭരണഘടനയുടെ 15, 17, 25 അനുച്ഛേദങ്ങൾ, ഈ 3 അനുച്ഛേദങ്ങൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുന്നതിൽ കഴിഞ്ഞ സുപ്രീം കോടതി ആ വിധി എഴുതിയ ന്യായാധിപന്മാർക്ക് അല്ലെങ്കിൽ ബെഞ്ചിന് ആ ബന്ധം മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു ഗുരുതരമായ പിഴവായി ഇപ്പോൾ അവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മതാചാരങ്ങളിലെ യുക്തി പരിശോധിക്കരുത് എന്ന് മുൻപ് മറ്റൊരു കേസിൽ സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ബിജോയ് ഇമ്മാനുവൽ കേസിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് മതപരമായ യുക്തി പരിശോധിക്കരുത് എന്നുള്ളതാണ്. ഇവിടെ കോടതി മതപരമായ യുക്തി പരിശോധിച്ചു എന്നുള്ള ഒരു ചൂണ്ടിക്കാട്ടലും വിധി പുനഃപരിശോധിക്കണം എന്നുള്ള ഒരു ആവശ്യത്തിന്റെ ഭാഗമായി ഇപ്പോൾ മോഹൻ പരാശരൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ യുവതികൾക്ക് പ്രവേശനം അനുവദിക്കാത്തത് തൊട്ടുകൂടായ്മ അല്ല, ആ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ ശരിയല്ല എന്നുള്ള വാദവും ഇപ്പോൾ മോഹൻ പരാശരൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിവേചനം ഒഴിവാക്കാൻ, ഭരണഘടനയുടെ 15-ാം വകുപ്പ് പ്രകാരം വിവേചനം ഒഴിവാക്കാൻ ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം തന്നെ പൊതുസ്ഥലങ്ങൾ തുറന്നു കൊടുക്കുന്നതിന്റെ ഭാഗമായി മതപരമായ സ്ഥാപനങ്ങളെ കൂടി ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കില്ല തുടങ്ങിയ പ്രധാനപ്പെട്ട 4 വാദങ്ങളാണ് ഇപ്പോൾ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന് മുൻപാകെ ഇപ്പോൾ മോഹൻ പരാശരൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഏതായാലും വിധി പുനഃപരിശോധിക്കണമെന്ന ആവശ്യത്തിൽ ഊന്നിക്കൊണ്ടുള്ള കാര്യങ്ങളായിരിക്കും ആദ്യഘട്ടത്തിൽ ഹർജിക്കാർ, പ്രധാനമായും 56 പുനഃപരിശോധനാ ഹർജി നൽകിയിട്ടുള്ള അഭിഭാഷകരും ചൂണ്ടിക്കാണിക്കുക. അതിനുശേഷമായിരിക്കും മറ്റ് ഹർജികൾ പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ തീരുമാനമെടുക്കാൻ വേണ്ടി പോകുന്നുള്ളൂ. ഏതായാലും ഇപ്പോഴുള്ള സാഹചര്യത്തിൽ മറ്റ് എതിർവാദങ്ങളൊന്നും തന്നെ മറ്റ് അഭിഭാഷകർ ഉന്നയിച്ചിട്ടില്ല. സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ, അതുപോലെ തന്നെ ബിന്ദുവിനും കനകദുർഗയ്ക്കും വേണ്ടിയൊക്കെ തന്നെ ഹാജരായിട്ടുള്ള ഇന്ദിരാ ജയ്സിംഗ്, അതുപോലെ തന്നെ കോടതിയലക്ഷ്യ ഹർജിയിൽ ഈ കേസിന്റെ കൂടെ തന്നെ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചിട്ടുള്ള അഭിഭാഷകനായ PV ദിനേശ്, ഇവരൊന്നും തന്നെ ഇപ്പോൾ എതിർവാദങ്ങളൊന്നും തന്നെ കോടതിക്ക് മുൻപാകെ ഉന്നയിച്ചിട്ടില്ല. നിലവിൽ ഇപ്പോഴും മോഹൻ പരാശരന്റെ വാദം തുടരുകയാണ്.